Hi everyone, good morning. Hello, good morning. Good morning, sir. Yes, sir. Good morning, good morning. Topic revise ചെയ്തായിരുന്നു എല്ലാവരും മൊത്തം പഠിച്ചു കഴിഞ്ഞോ? Yes, sir. Okay, fine. So അപ്പോൾ നമ്മൾ ഇന്ന് റാപ്പിഡ് റിവിഷനിലേക്കാണ് പോകുന്നത്. So once again welcome back to the session everyone. So we have gone through our revision classes, our lectures, അതുപോലെ തന്നെ നമ്മൾ mock exams ചെയ്തു, and now the final one, that's a rapid revision. So rapid revision like we will be going through all the areas. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള എല്ലാ മെയിൻ ഏരിയാസിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നുണ്ടാവും. ബട്ട് ഇൻ എ ഷോർട്ട് പീരീഡ്സ് നമ്മൾ ക്വിക്ലി റിവൈസ് ചെയ്യാൻ പോകുന്ന ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ ഏരിയാസും റഫ്ലി എങ്ങനെയായിരുന്നു നമ്മുടെ എക്സാം അപ്രോച്ച്, എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ആൻസേഴ്സ് എഴുതുന്നത് ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യങ്ങൾ ഓരോന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ബേസിക്കലി when it comes to the paper AA, നമുക്കറിയാം AA എന്ന് പറയുന്ന പേപ്പറിനകത്ത് എന്താണെങ്കിലും നമ്മളോട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള ഏരിയാസിൻ്റെ അകത്തുനിന്നായിരിക്കും. സോ നോർമലി റിപ്പീറ്റീവ് നേച്ചറിൽ തന്നെ കുറച്ച് സെയിം ഏരിയ തന്നെയാണ് വീണ്ടും 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 നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ആ ഓരോ ഏരിയാസും ഏതൊക്കെയാണ്, അവിടെ ഓരോ ഏരിയാസിൽ എന്തൊക്കെയാണ് എക്സാമിന്റെ സമയത്ത് ശ്രദ്ധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ നമുക്കറിയാം ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് 4 കോർ ഏരിയാസ് ആണ് AA-ക്കകത്തുള്ളത്, അല്ലെങ്കിൽ എന്താണെങ്കിലും ടെസ്റ്റ് ചെയ്യുന്ന ഉറപ്പുള്ള 4 ഏരിയാസ് ആണ് നമുക്കുള്ളത്. Area number 1, there is the area called internal controls. Internal controls എന്ന് പറയുന്ന ഏരിയ നമുക്കുണ്ട്. Then the area number 2 is audit risk. Then the area 3 is substantive procedures. And the final and the most important area is the area of reporting. സോ ഈ 4 ഏരിയാസിൽ നിന്നാണ് നമുക്ക് എന്താണെങ്കിലും ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പുള്ളത്. ഇന്റേണൽ കൺട്രോൾസ് ഉണ്ട്, ഓഡിറ്റ് റിസ്ക് ഉണ്ട്, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, റിപ്പോർട്ടിംഗ് ഉണ്ട്. ഈ 4 ഏരിയാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കാൻ പോകുന്ന 2 മെയിൻ ഏരിയാസ് ആണ്. 1 is the area of corporate governance, and 2 is the area of ethics. സോ ഇത്രയാണ് നമ്മുടെ കോർ ഏരിയാസ് എന്ന് പറയുന്നത്, മെയിൻ കീ കോർ ഏരിയാസ് എന്ന് പറയാം. സോ അപ്പം നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം. വി വിൽ സ്റ്റാർട്ട് വിത്ത് ഏരിയ ഓഫ് ഇന്റേണൽ കൺട്രോൾസ് ഇറ്റ്സെൽഫ്. സോ ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നിങ്ങൾ അവിടെ ഏറ്റവും മെയിൻ ആയിട്ട് 2 തിയറി ഏരിയാസ് നോക്കി വെക്കാനായിട്ടുണ്ട്. ഇന്റേണൽ കൺട്രോൾസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിറ്റിക്കൽ ഏരിയ ആണ് ദ ക്വസ്റ്റ്യൻ നമ്പർ 1. ഇറ്റ്സ് എ കോമ്പോണൻസ് ഓഫ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം, അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ഇന്റേണൽ കൺട്രോൾ. കോമ്പോണൻസ് ഓഫ് സിസ്റ്റം ഓഫ് ഇന്റേണൽ കൺട്രോൾ നമ്മൾ പഠിച്ചായിരുന്നു. ഏതൊക്കെയാണ് നോക്കലേ? control environment, control activities, entities, risk assessment process, monitoring of controls. അല്ലേ പഠിച്ചല്ലോ നമ്മൾ? ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം റെലവെന്റ് ടു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. സോ ഈ 5 സിസ്റ്റംസ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, നമ്മുടെ ഈ 5 കോമ്പണന്റ് ഓഫ് സിസ്റ്റം ഓഫ് ഇന്റേണൽ കൺട്രോൾ ഏതൊക്കെയാണ് നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ക്ലിയർലി പറയാനായിട്ട് ഓർത്ത് വെക്കണം. രണ്ടാമത് എപ്പോഴും നമുക്ക് ഈ ഏരിയ എന്ന് വരാനുള്ള ക്വസ്റ്റൻ ആണ് മെത്തേഡ്സ് ഓഫ് ഡോക്യുമെന്റിംഗ് സിസ്റ്റം ഓഫ് ഇന്റേണൽ കൺട്രോൾ ആൻഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള നെറേറ്റീവ് നോട്ട്സ്, ക്വസ്റ്റനേഴ്സ്, ഫ്ലോ ചാർട്ട്സ്, ചെക്ക് ലിസ്റ്റ്, അല്ലേ? ഇന്റേണൽ കൺട്രോൾ ഇവാലുവേഷൻ ക്വസ്റ്റനേഴ്സും ഇന്റേണൽ കൺട്രോൾ ക്വസ്റ്റനേഴ്സും. സോ ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് നിങ്ങൾ ക്ലിയർലി നോക്കി വെക്കണം. കാരണം അവിടെ നിങ്ങൾക്ക് ബോത്ത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ചോദിച്ചു വരും, അല്ലെങ്കിൽ ഏതൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് ഡോക്യുമെന്റിംഗ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഏരിയ നല്ല പോലെ നോക്കി വെക്കുക. ഇനി മൂന്നാമത് അവിടെ നിന്ന് ഒരു കാര്യം കൂടി ചോദിക്കാറുണ്ട്, ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോൾ സിസ്റ്റംസ്. ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോൾ സിസ്റ്റംസ് നമ്മൾ പറയാറുണ്ട്, കോസ് വേഴ്സസ് ബെനിഫിറ്റ്, ഹ്യൂമൻ എറർ, ബൈപാസ് ഓഫ് കൺട്രോൾ, നോൺ റോട്ടറി ട്രാൻസാക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ട്. സോ അപ്പൊ അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതും നോക്കി വെക്കണം എല്ലാവരും. സോ ഈ 3 തിയറീസ് ആണ് യൂഷ്വലി ഏറ്റവും കൂടുതൽ ഇന്റേണൽ കൺട്രോൾസിന്റെ ആ ഒരു സൈഡിൽ നിന്ന് തിയറിറ്റിക്കൽ ക്വസ്റ്റൻ ആയിട്ട് ഡയറക്റ്റ്ലി നിങ്ങളുടെ അടുത്ത് ചോദിക്കാറുള്ളത്, റിപ്പീറ്റേറ്റീവ് വാല്യൂ ഉള്ളത്. ഇനി ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പണ്ട് തൊട്ട് എക്സാമിൽ കണ്ടിട്ടുള്ള ഏരിയയാണ് ഇന്റേണൽ കൺട്രോൾ എന്ന് പറയാം. ആൻഡ് നോർമൽ കേസിൽ ചോദിക്കുകയാണെങ്കിൽ അവിടെ നമ്മളോട് ചോദിക്കാറുള്ളത് എന്തൊക്കെയായിരുന്നു? ദേ വിൽ ആസ്ക് us to write the deficiency in the internal control. Then എന്തൊക്കെയാണോ റെക്കമെൻഡേഷൻസ് നമുക്ക് കൊടുക്കാനുള്ളത്, ആ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. ആൻഡ് മൂന്നാമതായിട്ട് നമ്മളോട് എന്തൊക്കെ കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്, ആ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എന്തൊക്കെയാണെന്നും ചോദിക്കാറുണ്ട്. സോ ഈ 3 കാര്യങ്ങളാണ് നോർമലി നമ്മളോട് ചോദിക്കാറ്. സോ ദേ വിൽ ആസ്ക് us for deficiency, recommendation and test of controls. And basically when it comes to the area of ഡെഫിഷ്യൻസിന്റെ അവിടെ നമ്മൾ 3 കാര്യങ്ങളാണ് എപ്പോഴും മെൻഷൻ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ എന്തൊക്കെയാണ് ഡെഫിഷ്യൻസി ഇൻ ഇന്റേണൽ കൺട്രോൾ നമ്മൾ കണ്ടത്, വി ഹാവ് ടു ഐഡന്റിഫൈ ദാറ്റ് ഡെഫിഷ്യൻസി.
രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? We have to explain the deficiency. And മൂന്നാമതായിട്ട് we have to mention the impact. Deficiency എന്താണ്, എക്സ്പ്ലനേഷൻ എന്താണ്, ഇമ്പാക്ട് എന്താണ്, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. സോ ഇത് മൂന്നും ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. നമ്മളോട് ക്വസ്റ്റനിൽ പറയാണ് കമ്പനിയുടെ പർച്ചേസ് ഓർഡേഴ്സ് എല്ലാം ഓതറൈസ്ഡ് അല്ല, all the purchase orders are not authorized by a senior എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ പർച്ചേസ് ഓർഡേഴ്സ് ഓതറൈസ്ഡ് അല്ല എന്ന് കണ്ട കാര്യം ഡയറക്ട്ലി ഐഡന്റിഫിക്കേഷൻ്റെ അവിടെ എഴുതുക. all the purchase orders of the company are not authorized. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. Therefore, there can be chances of having unauthorized orders being placed by the employees, or they might place orders for their own personal purpose. നമ്മളൊരു എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ എന്താ പ്രശ്നം ഉണ്ടാകുന്നത്? അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് പ്ലേസ് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എംപ്ലോയീസ് അവരുടെ ഓൺ പർപ്പസ് വേണ്ടിയിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അത് കാരണം കൊണ്ട് അപ്പൊ എന്ത് ഇമ്പാക്ട് ആയിരിക്കും വരുന്നുണ്ടാവുക? Therefore, there can be chances of having unwanted cash outflows for the company. അത് കാരണം കൊണ്ട് കമ്പനിക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ഡെഫിഷ്യൻസി. സോ കൃത്യമായിട്ട് നമ്മൾ ആദ്യം ഡെഫിഷ്യൻസി എന്താണെന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്തു, ആ ഡെഫിഷ്യൻസി എന്തുകൊണ്ടാണ് വന്നതെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു, ഇമ്പാക്ട് എന്താണെന്നും പറഞ്ഞു. ഇനി ഈ ഡെഫിഷ്യൻസി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെഫിഷ്യൻസിയുടെ നേരെ ഓപ്പോസിറ്റ് ഹൗ ടു ഓവർകം ദാറ്റ് ഡെഫിഷ്യൻസി എന്ന് പറയുന്നതാണ് നമ്മുടെ റെക്കമെൻഡേഷൻ. സോ എന്താണോ ഡെഫിഷ്യൻസി ആയിട്ട് നമ്മൾ കണ്ടത്, ഓൾ ദി പർച്ചേസ് ഓർഡേഴ്സ് ആർ നോട്ട് ഓതറൈസ്ഡ്. അപ്പൊ റെക്കമെൻഡേഷൻ ആയിട്ട് എന്തായിരിക്കും കൊടുക്കേണ്ടത്? അതെങ്ങനെ ഓവർകം ചെയ്യാം? അപ്പൊ എങ്ങനെയായിരിക്കും നമുക്ക് ഓവർകം ചെയ്യാൻ പറയാം? നമ്മളിങ്ങനെ പറയാം, all the purchase orders are not authorized. അപ്പൊ നമ്മൾ റെക്കമെൻഡേഷൻ എഴുതി കൊടുത്താൽ മതി, all the purchase orders should be authorized and any of the unauthorized orders should not be processed further നമ്മൾ പറയാ. അപ്പൊ എല്ലാ പർച്ചേസ് ഓർഡേഴ്സും ഓതറൈസ് ചെയ്തിട്ടുണ്ടാവും, ഏതെങ്കിലും പർച്ചേസ് ഓർഡേഴ്സ് ഓതറൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രൊസീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. സോ ദാറ്റ് വിൽ ബി അവർ റെക്കമെൻഡേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് ടെസ്റ്റ് ചെയ്യണം. വി ഹാവ് ടു ടെസ്റ്റ് ദാറ്റ് കൺട്രോൾ. അപ്പൊ നിങ്ങൾ അവിടെ ഒരു ബേസിക് ലോജിക് ആണ് മൈൻഡ് വെക്കുന്നത്. ഓക്കെ, ഇതാണ് അവിടെയുള്ള ഡെഫിഷ്യൻസി, ആ ഡെഫിഷ്യൻസിനെ ഓവർകം ചെയ്യാൻ ഇന്ന മെഷറാണ് എടുത്തത്. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുക. അതാണ് നമ്മുടെ ടെസ്റ്റ് ഓഫ് കൺട്രോൾ. അപ്പൊ ടെസ്റ്റ് ഓഫ് കൺട്രോളിന്റെ കേസ് നമ്മൾ ബേസിക്കലി 3 കാര്യങ്ങളായിരിക്കും എഴുതുന്നുണ്ടാവുക. ആദ്യം നമ്മൾ എന്താണോ ഒരു പ്രൊസീജിയർ അവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്നത്, ആ പ്രൊസീജിയർ എന്താണെന്നുള്ളത് ക്ലിയർലി പറയണം. നമുക്ക് വേണ്ടുന്ന ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണോ, ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണെന്നുള്ള കാര്യം പറയാം. മൂന്നാമതായിട്ട് ഈ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ പേർപ്പസ് എന്താണോ, ആ പേർപ്പസ് എന്താണെന്നുള്ള കാര്യം ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ പ്രൊസീജിയർ പറയാം, ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പറയാം, പേർപ്പസും ക്ലിയർലി പറയുന്നുണ്ടാവണം. സോ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി പറയാനുള്ള കാര്യങ്ങളുണ്ടല്ലോ, എൻക്വയറി, ഇൻസ്പെക്ട്, ഒബ്സർവ്, റീകാൽക്കുലേറ്റ്, റീപെർഫോം, അതുപോലെ തന്നെ സ്ക്രൂട്ടനൈസ്, വൗച്ച്, ഇതൊക്കെയാണ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയാം. ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ എന്ത് ഡോക്യുമെന്റിനെ കുറിച്ചാണോ റെക്കമെൻഡേഷൻ്റെ അകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ റെക്കമെൻഡേഷൻ്റെ അകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സെയിം കാര്യം തന്നെയായിരിക്കും നമ്മുടെ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്ന് നമ്മൾ പറയുന്നുണ്ടാവുക. ആൻഡ് ബേസിക്കലി വെൻ ഇറ്റ് കംസ് ടു ദ പേർപ്പസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, വാട്ട് എവർ ബി ദ ഡെഫിഷ്യൻസി, ആ ഡെഫിഷ്യൻസി ഓവർകം ചെയ്തോ എന്ന് അറിയാന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. സോ അഗെയിൻ ദ സെയിം, റെക്കമെൻഡേഷൻ്റെ അകത്ത് എന്തായിരുന്നോ നിങ്ങൾ എഴുതിയത് അത് കറക്റ്റ് ആണെന്ന് കൺഫേം ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ പർപ്പസ് എന്ന് പറയുക. സോ ഇവിടെ നമ്മളിപ്പം ഈ എല്ലാ പർച്ചേസ് ഓർഡേഴ്സും ഓതറൈസ് ചെയ്യണം എന്നായിരുന്നു കൺട്രോളായിട്ട് പറഞ്ഞിരുന്നത്. അപ്പം അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ക്ലിയർ ആയിട്ട് ഇങ്ങനെ പറയാം, പ്രൊസീജിയർ എന്തായിരിക്കും? നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്കും. പർച്ചേസ് ഓർഡേഴ്സ് ഒക്കെ ഓതറൈസ് ചെയ്യാൻ കമ്പനിയോട് പറഞ്ഞു, നിങ്ങൾക്ക് അറിയേണ്ട അതൊക്കെ ഓതറൈസ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പൊ എങ്ങനെ എനിക്ക് അറിയാൻ പറ്റുക? സോ യു ക്യാൻ obtain a sample of purchase orders. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? in order to ensure that they are authorized by a signature. നമുക്കൊരു സാമ്പിൾ ഓഫ് പർച്ചേസ് ഓർഡേഴ്സ് എടുത്തിട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ അകത്തെ ഓർഡേഴ്സ് എല്ലാം ഓതറൈസ്ഡ് ആണോന്ന്, കാരണം സിഗ്നേച്ചർ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. സോ ദിസ് ഈസ് സംതിങ് കോൾഡ് ദ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. സോ ഡെഫിഷ്യൻസി എഴുതുമ്പോൾ എപ്പോഴും നോക്കുക, ഐഡന്റിഫിക്കേഷൻ എഴുതണം, എക്സ്പ്ലനേഷൻ എഴുതണം, ഇമ്പാക്ട് എഴുതണം. റെക്കമെൻഡേഷൻ ആണെന്നുണ്ടെങ്കിലോ എന്താണോ ഡെഫിഷ്യൻസി അത് എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടതെന്ന് പറയുന്നതാണ് റെക്കമെൻഡേഷൻ. ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ക്ലിയർലി നമ്മൾ പ്രൊസീജിയർ എഴുതണം, ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എഴുതണം, പേർപ്പസും എഴുതണം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ആക്സസ് അവർ റെക്കോർഡഡ് ക്ലാസ്സസ്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ യൂട്യൂബിൽ തന്നെ നമ്മുടെ ലാസ്റ്റ് ഡേയിലെ നമ്മുടെ റെക്കോർഡഡ് വൺ അവൈലബിൾ ആണ്. ലൈവിന്റെ നമ്മുടെ റിവിഷൻ ക്ലാസ്സിന്റെ മെയിൻ റിവിഷൻ ക്ലാസ്സിന്റെ ആ റിവിഷൻ ക്ലാസ്സിന്റെ ഒരു ഹോൾ ഡേ സെഷൻ നമ്മുടെ ഇന്റർണൽ കൺട്രോളിനെ കുറിച്ച് എടുത്തത്. യു ക്യാൻ ഓൾസോ ലുക്ക് ആഫ്റ്റർ ദാറ്റ്.
ഇനി ഈ വട്ടത്തെ എക്സാമിന് പക്ഷേ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്റ്റിൽ ഇതിനേക്കാളും ചോദിക്കാൻ ചാൻസ് ഉള്ള വേറൊരു ഏരിയ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതാണ് ഏരിയ? വി കോൾ ദം ആസ് ഡയറക്റ്റ് കൺട്രോൾസ്. എക്സാക്ട്ലി, ഡയറക്റ്റ് കൺട്രോൾസ് പറയുന്ന ഏരിയ ആണ്. ഡയറക്റ്റ് കൺട്രോൾസ് എന്ന് പറയുന്ന ഏരിയക്കകത്ത് നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക ഡയറക്റ്റ് കൺട്രോൾസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും ആ ഡയറക്റ്റ് കൺട്രോൾസിന്റെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എഴുതാനായിട്ടായിരിക്കും. ഓക്കെ, ഡയറക്റ്റ് കൺട്രോൾസ് ഐഡന്റിഫൈ ചെയ്യാനും ഡയറക്റ്റ് കൺട്രോൾസിന്റെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എഴുതാനും പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. സോ വെൻ യു ഗെറ്റ് എ ക്വസ്റ്റ്യൻ ഓൺ ദി ഡയറക്റ്റ് കൺട്രോൾ, ഡയറക്റ്റ് കൺട്രോളിനെ കുറിച്ച് പറയാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് ഡയറക്റ്റ് കൺട്രോൾ എന്നുള്ള കാര്യം ആദ്യമേ ക്ലിയർലി മനസ്സിലാക്കി വെക്കുക. So basically, when it comes to the area of direct controls, what they intends to address is the strength in control. നമ്മുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിലുള്ള സ്ട്രെങ്തിനെ കുറിച്ചായിരിക്കും നിങ്ങൾ അവിടെ പറയുന്നുണ്ടാവുക. ബട്ട് നോർമലി പറയാറുള്ള പോലെ പണ്ട് നിങ്ങളോട് ചോദിച്ചു വരുന്ന പോലെ സ്ട്രെങ്ത് ഇൻ കൺട്രോൾ അല്ല പക്ഷേ ഇവിടെ പറയേണ്ടത്. ഇവിടെ നമ്മൾ പറയുമ്പോൾ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഡയറക്റ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിങ്ങിന്റെ അകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു മിസ്റ്റേറ്റ്മെന്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരുന്ന മിസ്റ്റേറ്റ്മെന്റിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കൺട്രോൾ എന്താണോ ആ കൺട്രോളിനെയാണ് നമ്മൾ ഡയറക്റ്റ് കൺട്രോൾ എന്ന് വിളിക്കുന്നുണ്ടാവുക. അഗൈൻ ഐ റിപ്പീറ്റ്, നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു മിസ്റ്റേറ്റ്മെന്റ്, ആ മിസ്റ്റേറ്റ്മെന്റിനെ പ്രിവെന്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ കൺട്രോൾ ആണ് ഡയറക്റ്റ് കൺട്രോൾ. സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഡയറക്റ്റ് കൺട്രോളിന്റെ ആൻസേഴ്സ് പറയുന്ന സമയത്ത് ആദ്യമേ എന്തായിരുന്നു ആ ഡയറക്റ്റ് കൺട്രോൾ അത് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമതായിട്ട് ആ ഡയറക്റ്റ് കൺട്രോളിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം, ഹൗ ഡസ് ഇറ്റ് ബിക്കം എ ഡയറക്റ്റ് കൺട്രോൾ എന്നുള്ള കാര്യം. മൂന്നാമതായിട്ട് ആ ഡയറക്റ്റ് കൺട്രോൾ എന്ത് ഇമ്പാക്ട് ആണ് നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അത് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്നുള്ളത് ക്ലിയർലി സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവണം. ഇനി ആ ഡയറക്റ്റ് കൺട്രോളിന്റെ ടെസ്റ്റ് ഓഫ് കൺട്രോൾ എഴുതുന്ന സമയത്ത് ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ യാതൊരു വ്യത്യാസമില്ല, പ്രൊസീജിയർ എഴുതുക. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടുന്ന ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണോ ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ പേരാണ് എന്താണെന്നുള്ളത് ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം. മൂന്നാമതായിട്ട് നമ്മുടെ പേർപ്പസ് എന്താണോ ആ പേർപ്പസും ക്ലിയർലി സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവണം. സോ ദിസ് ഈസ് ഹൗ യു ഹാവ് ടു അഡ്രസ് ഡയറക്റ്റ് കൺട്രോൾസ് ആൻഡ് ദെയർ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്റ്റ് കൺട്രോൾസ് ഓരോന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. സോ ഡയറക്റ്റ് കൺട്രോൾസ് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം, നോർമലി നിങ്ങൾ കാണാറുള്ളത് purchase orders are not authorized, purchase orders are not sequentially numbered, there is no segregation of duty എന്നായിരിക്കും. ഡയറക്റ്റ് കൺട്രോളിന്റെ കേസ് നേരെ ഉൾട്ടയാണ്. നമ്മൾ എന്താണോ കൺട്രോൾ ആക്ടിവിറ്റി പഠിച്ചത് അത് അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. പർച്ചേസ് ഓർഡേഴ്സ് ആർ ഓതറൈസ്ഡ്, പർച്ചേസ് ഓർഡേഴ്സ് ആർ സീക്വൻഷ്യലി നമ്പേർഡ്, there is clear segregation of duty between payroll and HR department. ഇങ്ങനെ ഓരോന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ പണ്ട് നമ്മൾ പറഞ്ഞിട്ടിരുന്നത് എന്തായിരുന്നു, അത് കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നായിരുന്നു. അപ്പൊ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ മതി, കൺട്രോൾ ഉള്ളതുകൊണ്ട് എന്ത് സംഭവിക്കത്തില്ല എന്ന് പറയാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം അത് കാരണം കൊണ്ട് അക്കൗണ്ട്സ് ചെയ്യുന്ന ബെനിഫിറ്റ് എന്താണെന്നുള്ളത് നോക്കണം. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ കൺട്രോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അക്കൗണ്ട്സിന്റെ ഏത് ഏരിയയിലാണ് ബെനിഫിറ്റ് ഉണ്ടാവുന്നത് നോക്കുക. അതിനനുസരിച്ച് വേണം നിങ്ങൾ എന്നിട്ട് പറയാനായിട്ട്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ സിനാരിയോ. നിങ്ങളോട് പറയാണ് all the purchase orders are sequentially numbered. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം, all the purchase orders of the company are sequentially numbered. Therefore, if any of the orders have gone missing, the company will be able to trace that. Therefore, it may not lead to unfulfilled orders. അപ്പൊ അത് കാരണം കൊണ്ട് എന്തായിരിക്കും ഇമ്പാക്ട് ഓൺ എഫ്എസ് ഉണ്ടാവുക. നമ്മൾ പറയാണ് therefore the purchase orders ആണ് നമ്മൾ പറഞ്ഞത്. പർച്ചേസ് ഓർഡേഴ്സ് ആയതുകൊണ്ട് എന്തായിരിക്കും ബെനിഫിറ്റ് ഉണ്ടാവുക, ഏത് ഏരിയയിലായിരിക്കും അക്കൗണ്ട്സിൽ അത് എഫക്ട് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ റവന്യൂ ഓഫ് ദി കമ്പനി എന്താവത്തില്ല, അണ്ടർസ്റ്റേറ്റഡ് ആവത്തില്ല. കാരണം നമ്മുടെ പർച്ചേസ് ഓർഡേഴ്സ് അല്ല പ്രോപ്പർലി നമ്മൾ സീക്വൻഷ്യൽ നമ്പർ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിച്ചാൽ മിസ്സിംഗ് ഓർഡർ ഉണ്ടായാലേ നമുക്ക് ഓട്ടോമാറ്റിക്കലി റവന്യൂ ലോസ് ഉണ്ടാവുന്നതാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ അപ്പൊ റവന്യൂ എന്താവത്തില്ല, അണ്ടർസ്റ്റേറ്റഡ് ആവത്തില്ല. ക്ലിയർ ആയോ? ഓക്കെ, റെക്കമെൻഡേഷൻ നമുക്ക് ഇവിടെ ആവശ്യമില്ല കാരണം ഇറ്റ്സ് എ സ്ട്രെങ്ത്. പകരം ഇവിടെ നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾ മാത്രം പറഞ്ഞാൽ മതി. ടെസ്റ്റ് ഓഫ് കൺട്രോൾ പറയുമ്പോൾ നമ്മൾ എന്ത് മാത്രമായിരിക്കും പറയുന്നുണ്ടാവുക, obtain a sample of purchase orders in order to ensure that they are sequentially numbered. ഇനി നമ്മളോട് പറയാണ് the bank reconciliation statement of the company are prepared on monthly basis. മന്ത്ലി ബേസിസിൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സിനാരിയോയിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, സെയിം ഹെഡിങ് അതുപോലെ തന്നെ എഴുതി വെക്കുക, the bank reconciliation statements are prepared on monthly basis. അപ്പോൾ നമ്മൾ ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യണം. എങ്ങനെയായിരിക്കും എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ടാവുക, therefore there will not be possibility of having unreconciled balances. Therefore, the bank balance will not be under or overstated. എന്ന് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുക.
So literally again we have mentioned the impact that will be created over the company's controls. ഇനി അതിന് again നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾ പറയണം. അവിടെ നമ്മൾ പറയുന്നത് തന്നെ ആയിരിക്കും obtain copies of monthly bank reconciliation statement in order to ensure that they have been prepared and authorized by a senior official. That's it. അപ്പൊ ഇങ്ങനെയായിരിക്കും ഡയറക്ട് കൺട്രോൾസ് പറയുന്നുണ്ടാവുക. അഗെയിൻ ഡയറക്ട് കൺട്രോൾസിന്റെ വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അത് കാണുക, പ്രോപ്പർലി മനസ്സിലാക്കി വെക്കുക. കാരണം ഈ പ്രാവശ്യം എന്താണെങ്കിലും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് ഡയറക്ട് കൺട്രോളിന്റെ ഏരിയ എന്നായിരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ? ഓക്കെ. സോ അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഇവിടെ ഈ ഒരു ഏരിയയിൽ പറഞ്ഞത് വിത്ത് റിഗാർഡിംഗ് ദ ഡയറക്ട് കൺട്രോൾസ് ആൻഡ് with regarding deficiency recommendation and test of controls. Properly മനസ്സിലായല്ലോ അല്ലേ എല്ലാവർക്കും? Again keep this one in mind guys. കാരണം എന്താണ് നമുക്ക് ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ കൺട്രോൾസിന്റെ ഏരിയ. That too from the area of direct controls ആണ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതൽ. So please go through these questions. Equistrain എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്, നമ്മൾ ചെയ്തിട്ടുള്ളതാണ് മൾട്ടിപ്പിൾ ടൈം. Equistrain എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇഫ് പോസിബിൾ ചെയ്ത് നോക്കുക. കാരണം എല്ലാ കൺട്രോൾസും ഒറ്റ ക്വസ്റ്റ്യൻ അതിന്റെ കവർ ആവുന്നുണ്ട്, എല്ലാ കൺട്രോൾ ആക്ടിവിറ്റീസും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ. ഇനി നമ്മുടെ അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ദ ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക്. ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്ന ഏരിയയിൽ നിങ്ങൾ ആദ്യം നോക്കി വെക്കേണ്ട തിയറി ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം. ഓഡിറ്റ് റിസ്ക്കും കോമ്പണൻസ് ഓഫ് ഓഡിറ്റ് റിസ്ക്കും ആണ്. ഓഡിറ്റ് റിസ്കിന്റെ കോമ്പണൻസ് ഏതൊക്കെയായിരുന്നു? ഇൻഹെറന്റ് റിസ്ക്, കൺട്രോൾ റിസ്ക് ആൻഡ് ഡിറ്റക്ഷൻ റിസ്ക് അല്ലേ? അപ്പം നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓഡിറ്റ് റിസ്ക് ആൻഡ് കോമ്പണൻസ് ഓഫ് ഓഡിറ്റ് റിസ്ക്. അതുകൊണ്ട് തന്നെ ഓഡിറ്റ് റിസ്കിന്റെ കോമ്പണൻസും പ്രോപ്പർലി നോക്കി വെക്കണം കേട്ടോ. ഇനി ഓഡിറ്റ് റിസ്കിന്റെ അകത്ത് നിങ്ങൾ എപ്പോഴും എഴുതിക്കൊണ്ടിരുന്ന സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. They will ask you to identify the audit risk and they will also ask you to provide the auditor's responses for the same. അപ്പൊ ഏതൊക്കെയാണ് ഓഡിറ്റ് റിസ്ക്? ആ ഓഡിറ്റ് റിസ്കുകൾ നിങ്ങൾ ഓരോന്നും ഐഡന്റിഫൈ ചെയ്യണം. നിങ്ങൾ കണ്ടുപിടിച്ച റിസ്കിന് വേണ്ടിയിട്ട് റെസ്പോൺസസും കൊടുക്കണം. ആൻഡ് ബേസിക്കലി വെൻ ഇറ്റ് കംസ് ടു ദി ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക് നിങ്ങൾ അവിടെ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു ഐഡന്റിഫൈ ദ റിസ്ക്. രണ്ടാമതായിട്ട് ആ റിസ്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണോ, ആ റിസ്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം. മൂന്നാമതായിട്ട് ആ റിസ്ക് കാരണം കൊണ്ട് എന്താണോ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം, അതായത് വാട്ട് വിൽ ഗോ റോങ്, അവിടെ എന്താണ് തെറ്റായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്, ആ വാട്ട് വിൽ ഗോ റോങ് എന്നുള്ള കേസ് പറയാ. പ്ലസ് ഇഫ് സംതിങ് ഗോസ് റോങ് വാട്ട് വിൽ ബി ദ ഇമ്പാക്ട് ഓൺ എഫേഴ്സ്, അത് നമ്മൾ ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം. സോ അപ്പൊ ഈ 3 കാര്യങ്ങളാണ് പറയേണ്ടത് ഓഡിറ്റ് റിസ്കിന്റെ കേസിൽ. First of all, we need to identify the risk. Accounting treatment എന്താണെന്ന് clearly specify ചെയ്യുക. What will go wrong over there, and finally what will be the impact on FS എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവണം. അതിന് റെസ്പോൺസ് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മുടെ പ്രൊസീജിയർ എന്താണോ ആ പ്രൊസീജിയർ എന്താണെന്നുള്ള ക്ലിയർലി പറയണം. രണ്ടാമതായിട്ട് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ പേരെന്താണോ ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണെന്നുള്ള കാര്യം പറയാ. മൂന്നാമതായിട്ട് നമ്മളിവിടെ ഈ ഒരു പെർട്ടിക്കുലർ റെസ്പോൺസ് എടുക്കാനായിട്ടുള്ള റീസൺ എന്താണ്, ആ പേർപ്പസും ക്ലിയർലി സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവണം. അപ്പൊ ഇപ്പൊ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ അത് പറയാണ്, ദി കമ്പനി ഹാവ് സ്പെൻഡ് 30 million ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ നിങ്ങൾ ആദ്യമേ ആലോചിച്ച് നോക്കുക, കമ്പനി 30 million റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തെന്ന് പറയുമ്പോൾ ഒരിക്കലും ഡെഫിഷ്യൻസി ആദ്യം അവിടെ കണ്ടുപിടിക്കാൻ പോകരുത്. ഡെഫിഷ്യൻസി കണ്ടുപിടിക്കുന്നതിന് പകരം നിങ്ങൾ ആദ്യമേ ലോജിക്കലി ആലോചിക്കേണ്ടത്, ഓക്കെ കമ്പനി 30 million റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു, അങ്ങനെയാണ് അവിടെ വരുന്ന ആക്ച്വൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്ന് ആദ്യമേ ആലോചിക്കുക. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണ്? ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വേണ്ടി സ്പെൻഡ് ചെയ്തതിൻ്റെ അകത്ത് റിസർച്ച് എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻസ് ആയിട്ട് P&L കാണിക്കണം. ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചേഴ്സ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക അവിടെ എന്താണ് അപ്പൊ തെറ്റായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്. ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവിന് ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ ചാൻസ് ഉള്ള തെറ്റെന്തായിരിക്കും? കമ്പനി ചിലപ്പം ഈ റിസർച്ചിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തേക്കുന്ന എമൗണ്ടിന്റെ അടുത്ത് ഡെവലപ്മെന്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ കാണിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക, നമ്മുടെ കമ്പനിയുടെ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചേഴ്സ് അതായത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഓവർ സ്റ്റേറ്റഡ് ആവും, അതേപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റും ഓവർ സ്റ്റേറ്റഡ് ആവും. സോ ഇതാണ് നിങ്ങൾ ക്ലിയർലി ഓഡിറ്റ് റിസ്ക് ആയിട്ട് പറയേണ്ടത്. അപ്പൊ ഇത് ഡ്രാഫ്റ്റ് ചെയ്തൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സെന്റൻസ് ആക്കി കഴിഞ്ഞാൽ എന്തായി, ഇറ്റ് വിൽ ബി സോ കോൾഡ് ഓഡിറ്റ് റിസ്ക്. അപ്പൊ നമ്മൾ പറയുമ്പോൾ ആൻസർ എന്ത് വേണം എന്ന് പറയാൻ, കമ്പനി ഹാവ് സ്പെൻഡ് 30 million ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. As per IAS 38, intangible asset, research expenses should be debited in the P&L and the development expenditure should be capitalized only if it meets the criteria. However, there can be chances that the company might have treated some of the research expenses as part of development expenditures, leading to overstated intangible asset and understated expenses അല്ലെങ്കിൽ overstated profit എന്നുള്ള കാര്യം പറയാം. ഇതാണ് നമ്മുടെ ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇനി
ഓഡിറ്റേഴ്സ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആസ് ആൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ ഈ റിസ്കിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം, ഈ റിസ്കിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തേക്കുന്ന മെഷേഴ്സിനെ ആയിരിക്കും റെസ്പോൺസസ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ അവിടെ ക്ലിയർലി നമ്മൾ 3 കാര്യങ്ങളാണ് സ്പെസിഫൈ ചെയ്യേണ്ടത്. പ്രൊസീജിയർ പറയണം, ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണെന്നുള്ള പറയാം, പേർപ്പസ് എന്താണെന്നുള്ളതും ക്ലിയർലി സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവണം. അപ്പൊ അവിടെ നമ്മൾ പ്രൊസീജിയർ പറയാണ്. ഒപ്റ്റെയിൻ എന്നുള്ളത് നമുക്കൊരു പ്രൊസീജിയർ ആയിട്ട് വെക്കാം. എന്ത് ഇൻഫർമേഷൻ നമുക്ക് അവിടെ ശരിക്കും വേണ്ടത്, എന്താ നമ്മൾ ഒപ്റ്റെയിൻ ചെയ്യേണ്ടത്? ഈ എക്സ്പെൻസ് കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻസസ് തന്നെ ഒപ്റ്റെയിൻ ചെയ്താൽ മതി അല്ലേ? സോ ഒപ്റ്റെയിൻ ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻസസ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇൻ ഓർഡർ ടു എൻഷുർ ദാറ്റ് the split between research and development are made appropriately and are in accordance with standards. അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നമ്മുടെ സ്പ്ലിറ്റ് കറക്റ്റ് ആയിട്ടാണോ എന്ന് അറിയാനും സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണോ എന്ന് അറിയാനും ആണ് നമ്മളിത് ഒപ്റ്റെയിൻ ചെയ്യുന്നത്. അതാണ് നമ്മുടെ പേർപ്പസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ക്ലിയർലി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൊസീജിയർ പ്ലസ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ പേര് എന്താണോ അത് പ്ലസ് പേർപ്പസ് വേണം ഓരോ ഓഡിറ്റ് റിസ്കിന്റെയും ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട്. ഇനി സേ ഫോർ എക്സാമ്പിൾ അനദർ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് പറയാണ്, കമ്പനി എന്റെ ഒരു ഡ്രഗ്സ് സെല് ചെയ്തു. ആ ഡ്രഗ്സ് സെല് ചെയ്തതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കെമിക്കൽസ് ഉണ്ടായിരുന്നു. ആ മെഡിക്കൽ ഡ്രഗ്സ് സെല് ചെയ്ത കാരണം കൊണ്ട് മെഡിസിൻ കൺസ്യൂം ചെയ്ത എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടായി. അവർ കമ്പനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ലീഗൽ ആക്ഷൻ എടുത്തു എന്ന് പറയാണ്. അപ്പൊ നിങ്ങൾ ആദ്യമേ ആലോചിക്കുക, ലീഗൽ ആക്ഷൻ കമ്പനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് എടുക്കുന്നു. ഒരു കമ്പനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ലീഗൽ ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വേണ്ടി വരുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും നോർമലി ഇറ്റ്സ് IAS 37 പ്രൊവിഷൻ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യേണ്ടത്. എക്സാക്ട്ലി, ഗുഡ്. സോ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ്. സോ നമുക്കറിയാം പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം ആൻഡ് ഇറ്റ് ഹാവ് ടു ബി ട്രീറ്റഡ് ആസ് എൻ എക്സ്പെൻസ് ഇൻ ദ P&L. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവരത് ചെയ്തിട്ടുണ്ടാവില്ല, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പ്രൊവിഷൻ അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും, പ്രോഫിറ്റ് എന്താവും? ഓവർ സ്റ്റേറ്റഡ് ആവും. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? ഇത് ക്ലിയർലി സെന്റൻസ് ആക്കണം. നിങ്ങൾ പറയാം, ദ കമ്പനി ഹാവ് റിസീവ്ഡ് സം ഓഫ് ദി ലിറ്റിഗേഷൻസ് വിച്ച് ആർ ബേസ്ഡ് ഓൺ യൂസേജ് ഓഫ് those chemicals that are not allowed while manufacturing the drugs. Therefore, as per IAS 37 provision contingent liabilities and contingent assets, the company should have created a provision for the probable future cash outflows. However, there can be chances that the company might not have created the provision, leading to understated provision and overstated profit. ഇതാണ് നമ്മുടെ ഓഡിറ്റ് റിസ്ക്. അതിന്റെ റെസ്പോൺസ് എന്തായിരിക്കും? നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താ? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തോ എന്നാണ്. അതാണ് നമുക്ക് അറിയേണ്ട ഇൻഫർമേഷൻ. ആൻഡ് അതെന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഇൻഫർമേഷൻ അറിയുന്നത്? ആസ് പെർ സ്റ്റാൻഡേർഡ്സ് അത് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യാം. സോ നമ്മുടെ പ്രൊസീജിയർ അപ്പം എന്തായിരിക്കും? മാനേജ്മെന്റിനോട് നമുക്ക് ചോദിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എൻക്വയർ വിത്ത് ദ മാനേജ്മെന്റ് whether they have created adequate amount of provision for the probable future cash outflow in terms of litigation against the company. എന്തിനു വേണ്ടിയിട്ടാണെന്ന് കൂടെ പറയണം. In order to ensure that they are reasonable and are in accordance with standards. Clear ആയോ? Yes, sir. Okay. അപ്പൊ നമ്മൾ ഒരു 25 പോയിന്റ്സ് റിസ്കും റെസ്പോൺസും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസും ചെയ്തിരുന്നു. ഓഡിറ്റ് റിസ്കിന്റെ കേസ് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്. There can be chances of having questions on risk with analytical procedures. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും കൂടെ ചോദിച്ച് നിങ്ങളോട് റിസ്ക് എഴുതാൻ പറയും. അപ്പം നിങ്ങൾ അത് പ്രോപ്പർലി റേഷ്യോസും കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കണം. ആൻഡ് എസ്പെഷ്യലി ഓഡിറ്റ് റിസ്കിന്റെ കേസിലെ ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ ഇന്റേണൽ കൺട്രോൾസ് ആണെങ്കിലും ഓഡിറ്റ് റിസ്ക് ആണെങ്കിലും ഒരിക്കലും ആദ്യം തൊട്ട് ക്വസ്റ്റ്യൻ വായിക്കുന്നതിനോടൊപ്പം എഴുതി പോകരുത്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഈസി ആയിട്ടുള്ള റിസ്കുകൾ ഉണ്ടാവും താഴെ, അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ഡെഫിഷ്യൻസീസ് അല്ലെ ഡയറക്ട് കൺട്രോൾസ് ഉണ്ടാവും താഴെ. അപ്പൊ എപ്പോഴും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ക്വസ്റ്റ്യൻ ആദ്യമേ വായിച്ച് തീർക്കുക. ഫുൾ ക്വസ്റ്റ്യൻ വായിച്ച് തീർത്ത് ഓരോരോ പോയിന്റ്സും ഐഡന്റിഫൈ ചെയ്തിടുക. എന്നിട്ട് അതിനകത്ത് ഏറ്റവും ഈസിലി നിങ്ങൾക്ക് ഏറ്റവും പ്രോപ്പർ ആയിട്ട് എഴുതാൻ പറ്റും എന്ന് തോന്നുന്ന പോയിന്റ്സ് ഏതാണോ അത് ഓരോന്നും പിക്ക് ചെയ്ത് ആദ്യമേ എഴുതി പോവുക. ആ ഒരു സ്റ്റൈൽ തന്നെ എപ്പോഴും ഫോളോ ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ റിസ്ക് വിത്ത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പഠിച്ചു. നമ്മളവിടെ പറഞ്ഞിരുന്ന കുറെ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യണം. GP മാർജിൻ, OP മാർജിൻ, കറന്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ഇൻട്രസ്റ്റ് കവർ റേഷ്യോ. ദെൻ വേറെ ഏതൊക്കെയാണ് റേഷ്യോസ്? റിസീവബിൾസ് ഡേയ്സ്, ഇൻവെന്ററി ഡേയ്സ്, പേയബിൾസ് ഡേയ്സ്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പൊ ആ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്ത് ഇന്റർപ്രിറ്റും കൂടെ ചെയ്യണം. അപ്പം നിങ്ങളോട് ഇൻ കേസ് അങ്ങനെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നത്, എന്ത് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ആദ്യം ഫുൾ ക്വസ്റ്റൻ വായിക്കുക, അതിനുശേഷം റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം എന്ത് ചെയ്യണം? ആൻസേഴ്സ് എഴുതി തുടങ്ങണം. ഓക്കെ ഓക്കെ സർ. അപ്പൊ ഇത്രയായിരുന്നു റിസ്കിന്റെ കേസ് നമുക്ക് മെയിൻലി ശ്രദ്ധിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി റിസ്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും കോർ ഏരിയ എന്ന് പറയുന്നത് ഏതായിരുന്നു? ഏരിയ ഓഫ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. Area of substantive procedures ആയിരുന്നു. So when it comes to the area of substantive procedures, we know that it's a core area in the AAA. AAA ഏറ്റവും crucial and important area ആണ് substantive procedures എന്ന് പറയുന്നത്. If anyone have not gone through this area, please do ensure that you have
gone through the video lectures that we have uploaded in the YouTube on substantive procedures. Alan Biju Palak bar substantive procedures search either Google or YouTube search you can find the video. So substantive procedures substantives first of all substantives general ആയിട്ട് ചോദിക്കുന്നുണ്ടാവും. Second one scenario based ആയിട്ട് ചോദിക്കുന്നുണ്ടാവും. Third one assertion specific ആയിട്ടും ചോദിക്കുന്നുണ്ടാവും. So general substantive എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സിനാരിയോയിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ജസ്റ്റ് റിക്വയർമെന്റ് അത് പറഞ്ഞിട്ടുണ്ടാവും. What are the substantive procedures that need to be performed by the auditor in relation to a company's revenue? അങ്ങനെയാണ് റവന്യൂവിന്റെ സബ്സ്റ്റാൻറ്റീവ്സ് എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അത് എഴുതിയാൽ മതി. നിങ്ങളോട് ചോദിക്കണം what are the substantive procedures that need to be performed by the auditor in relation to the year-end trade payable? അല്ലെങ്കിൽ what are the substantive procedures that need to be performed by the auditor in relation to the amounts that need to be paid for someone? Blah blah blah. ഈ രീതിയിൽ എന്തെങ്കിലും ചോദിക്കുകയാണ് without specifying anything in scenario. അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ്സ് നിങ്ങൾക്ക് എഴുതാം. സിനാരിയോ ബേസ്ഡ് സബ്സ്റ്റാൻറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആദ്യമേ ക്യാഷ് ആൻഡ് ബാങ്ക്, അടുത്ത റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഡയറക്ടേഴ്സ് ഇൻവോൾവ്മെന്റ്സ്, ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോരോ ഹെഡിങ്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിട്ടുണ്ടാവും. ആ ഓരോ ഹെഡിങ്ങിനെ ബേസ് ചെയ്തൊരു വലിയ സിനാരിയോ ഉണ്ടാവും. എന്നിട്ട് താഴെ നിങ്ങളോട് റിക്വയർമെന്റ് പറയും what are the substantive procedures need to be performed by the auditor in relation to the above cash and bank. അപ്പൊ above cash and ബാങ്കിൽ എന്താണ് ക്യാഷിനെ കുറിച്ചും ബാങ്കിനെ കുറിച്ചും പറഞ്ഞേക്കുന്നത് ക്ലിയർലി വായിച്ച് മനസ്സിലാക്കണം. ആൻഡ് ആ ക്യാഷ് ആൻഡ് ബാങ്കിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആൻസേഴ്സ് എഴുതാവുള്ളൂ. അതാണ് സിനാരിയോ ബേസ്ഡ് സബ്സ്റ്റാൻറ്റീവ്സ് എന്ന് പറയാം. സോ ഇൻ കേസ് ഇഫ് യു ഗെറ്റിംഗ് എ ക്വസ്റ്റൻ ഓൺ സിനാരിയോ ബേസ്ഡ് സബ്സ്റ്റാൻറ്റീവ്, സിനാരിയോനെ ബേസ് ചെയ്ത് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഒന്നും കിട്ടില്ല. ഇനി there can also be chances of having assertion specific substantives. എന്ന് വെച്ചാൽ ഇത്രയുള്ള അവിടെ നിങ്ങളോട് ഡയറക്ട്ലി ചോദിക്കും what are the procedures need to be performed by the auditor in relation to the completeness of trade payables? What are the substantive procedures need to be performed by the auditor in relation to the accuracy of receivables? What are the substantive procedures that need to be performed in relation to the addition of അല്ലെങ്കിൽ removal of property, plant and equipment? ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെ ചോദിക്കും. അപ്പൊ നിങ്ങളോടൊക്കെ എന്ത് ചെയ്യണം, ഏത് അസേഷനാണ് അവിടെ ചോദിച്ചേക്കുന്നത് ആ കൃത്യം അസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പോയിന്റ്സ് തന്നെ എഴുതണം, എങ്കിൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ചാടിക്കറി കാണാതെ പഠിച്ചു വെച്ചേക്കുന്ന പോയിന്റ്സ് എഴുതി വെക്കരുത്, മാർക്ക് കിട്ടില്ല. ആദ്യം നോക്കുക അതൊരു ജനറൽ സബ്സ്റ്റാൻറ്റീവ് ആണോ, സിനാരിയോ ബേസ്ഡ് ആണോ, അസേഷൻ സ്പെസിഫിക് ആണോ, അത് ഓരോന്നും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ സബ്സ്റ്റാൻറ്റീവ്സിനെ കുറിച്ച് അതും റിവിഷൻ ക്ലാസ്സായിട്ട് ഹോൾഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതപ്പോ എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ എഴുതുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും സബ്സ്റ്റാൻറ്റീവ്സിൻ്റെ അകത്ത് 3 കാര്യങ്ങൾ വന്നിട്ടുണ്ടാവണം. ക്ലിയർലി പ്രൊസീജിയർ എന്താണെന്നുള്ളത് പറയണം, നിങ്ങൾക്ക് വേണ്ടുന്ന ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്തായിരുന്നു, ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ പേര് ഏതാണെന്നുള്ള ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം. നിങ്ങളുടെ പേർപ്പസ് എന്താണോ ആ പേർപ്പസും ക്ലിയർലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. സോ ഒബ്റ്റെയിൻ, റീകാൽക്കുലേറ്റ് ഡോക്യുമെന്റ്, bank reconciliation statement, purpose in order to ensure the mathematical accuracy. Discuss with the management whether they have created adequate amount of provision in order to ensure that they are in accordance with standards and are reasonable. Discuss with the management the rationale on the basis of which they have determined the amount of provision in order to ensure that they are reasonable. So our purpose എന്താണെന്നുള്ളത് ക്ലിയർലി പറയണം. പർപ്പസ് പറയുമ്പോൾ നേരെ കൊണ്ടിട്ട് ടു കൺഫേം കംപ്ലീറ്റ്നെസ്, ടു കൺഫേം ആക്യുറസി, ടു കൺഫേം കട്ട് ഓഫ് എന്ന് തന്നെ എഴുതി വെക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ആ അസേഷന്റെ മീനിങ് എന്താണോ അത് പറഞ്ഞാൽ മതി. ഇപ്പൊ കട്ട് ഓഫിന്റെ കേസാണ് എന്ത് പറയാം, റിവ്യൂ ദ പോസ്റ്റ് ഇയർ ആൻഡ് ട്രാൻസാക്ഷൻസ് ടു എൻഷുർ ദാറ്റ് ദേ ഹാവ് ബീൻ ട്രീറ്റഡ് ഇൻ ദ കറക്റ്റ് അക്കൗണ്ടിങ് പീരീഡ്. അപ്പൊ കട്ട് ഓഫ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്, പക്ഷെ കറക്റ്റ് അക്കൗണ്ടിങ് പീരീഡിലാണോ നോക്കാൻ പറഞ്ഞു. സോ ദാറ്റ്സ് ദ സെയിം മീനിങ് ഓഫ് കട്ട് ഓഫ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്താൽ മതി, പേർപ്പസ് എന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്താൽ മതി. അപ്പൊ ക്ലിയർലി നിങ്ങളുടെ പ്രൊസീജിയർ എന്താണെന്നുള്ളത് പറയാം, പ്ലസ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് പറയാം, പേർപ്പസ് എന്താണെന്നുള്ളത് പറയണം. അപ്പൊ അതുപോലെ തന്നെ അസേഷൻ പ്ലസ് സിനാരിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളോട് ചിലപ്പം അസേഷൻ ആയിട്ട് ക്വസ്റ്റ്യനിൽ നമ്മുടെ റിക്വയർമെന്റിന് അത് പറഞ്ഞിട്ടുണ്ടാവില്ല. അസേഷനെ കുറിച്ച് പറയുന്നത് സിനാരിയോയ്ക്കകത്തായിരിക്കും. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ, ബട്ട് അറ്റ് ദ സെയിം ടൈം അസേഷനും കൂടെ ബേസ്ഡ് ആണത്. അപ്പൊ അസേഷൻ സ്പെസിഫിക് ആയിട്ടും കൂടെ എഴുതണം. ഓക്കെ, അപ്പൊ എന്താണോ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് പ്രോപ്പർലി ഇന്റർപ്രിറ്റ് ചെയ്തിട്ട് എഴുതുക കേട്ടോ. പ്രോപ്പർലി മനസ്സിലായി മക്കളെ എല്ലാവർക്കും? ഓക്കെ, സോ ഇത്രയായിരുന്നു നമ്മുടെ മെയിൻ കീ കോർ ഏരിയാസ് എന്ന് പറയാം. ഇനി നമ്മളോട് എന്താണെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഇതുപോലെ തന്നെയുള്ള ഒരു ഏരിയ ആണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഏരിയ. റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റിപ്പോർട്ടിങ്ങിന്റെ അകത്ത് നിങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കേണ്ട ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പലതരത്തിലുള്ള ഒപ്പീനിയനെ കുറിച്ചും പലതരത്തിലുള്ള പാരഗ്രാഫുകളെ കുറിച്ചും പഠിച്ചിരുന്നു.
ആ ഒപ്പീനിയനെ കുറിച്ചും പാരഗ്രാഫുകളെ ഓരോന്നിനെ കുറിച്ചും പ്രോപ്പർലി ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പർലി ക്വസ്റ്റ്യൻ ചെയ്യാനും പറ്റത്തുള്ളൂ. സോ റിപ്പോർട്ടിംഗ് ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ബേസിക്കലി 2 ടൈപ്സ് ഓഫ് ഒപ്പീനിയൻ ആണുള്ളത്. ഏതൊക്കെയായിരുന്നു? മോഡിഫൈഡ് ഒപ്പീനിയനും അൺമോഡിഫൈഡ് ഒപ്പീനിയനും. മോഡിഫൈഡ് ഒപ്പീനിയൻ നമ്മൾ വീണ്ടും ഫർദർ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ക്വാളിഫൈഡ്, അഡ്വേഴ്സ്, ഡിസ്ക്ലെയിമർ ഒപ്പീനിയൻ. അൺമോഡിഫൈഡ് ആണ് നമ്മൾ അതിന് എന്ത് മാത്രമാണ് വിളിച്ചുകൊണ്ടിരുന്നത്? അൺക്വാളിഫൈഡ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. സോ there's a misstatement in the financial statements which is material and pervasive. എന്ത് ഒപ്പീനിയൻ നമ്മൾ കൊടുക്കുക? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് മിസ്റ്റേക്ക് ഉണ്ട്, മെറ്റീരിയൽ ആണ്, പെർവേസീവ് ആണ്. എന്ത് ഒപ്പീനിയൻ നമ്മൾ കൊടുക്കുക? അഡ്വേഴ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് മിസ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇറ്റ് ഈസ് മെറ്റീരിയൽ ബട്ട് നോട്ട് പെർവേസീവ്. അങ്ങനെയാണെങ്കിലോ? ക്വാളിഫൈഡ്. there's a misstatement in the financial statements which is not material and not pervasive. Unqualified. ഇനി നെക്സ്റ്റ്, there's a lack of audit evidence which is material and pervasive. എന്ത് ഒപ്പീനിയൻ കൊടുക്കുക? Disclaimer. There's a lack of audit evidence which is material but not pervasive. Qualified. There's a lack of audit evidence which is not material and not pervasive. Unqualified. അപ്പൊ ഇങ്ങനെയുള്ള ഈ ടൈപ്സ് ഓഫ് ഒപ്പീനിയൻസ് ഏതൊക്കെയാണെന്നുള്ള ഓർത്ത് നോക്കണം കേട്ടോ. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ പലതരത്തിലുള്ള പാരഗ്രാഫ് പഠിച്ചു. എന്തായിരുന്നു എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് എന്ന് പറഞ്ഞാല്? ഓൾറെഡി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് അപ്രോപ്രിയറ്റ്ലി പ്രസന്റ് ഡിസ്ക്ലോസ് ചെയ്ത കാര്യത്തെ കുറിച്ച് ഒന്നും കൂടി എംഫസൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാരഗ്രാഫിനെയാണ് എന്ന് വിളിക്കുക എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് എന്ന് വിളിക്കുക. ഒരു മിസ്റ്റേക്കിനെ കുറിച്ച് നമുക്ക് എംഫസൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് മാറ്റർ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി എഫ്എസിനകത്ത് പ്രസന്റ് ചെയ്യാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ ചെയ്ത കാര്യങ്ങൾക്ക് പുറമെ അഡീഷണലി ഓഡിറ്റർക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അതിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടി യൂസ് ചെയ്ത പാരഗ്രാഫാണ് അതർ മാറ്റർ പാരഗ്രാഫ്. ഈ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓൾറെഡി എന്തൊക്കെയാണ് ഓഡിറ്റർക്ക് യൂസേഴ്സിനെ അറിയിക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അത് അറിയിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാരഗ്രാഫിനെയാണ് ഈ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ് എന്ന് വിളിക്കുക. അടുത്ത നമ്മൾ പഠിച്ചു ഇറ്റ്സ് അബൌട്ട് ദി MURGC, മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ്. എന്ന് വെച്ചാൽ എന്തായിരുന്നു? എന്തെങ്കിലും അൺസർട്ടനിറ്റി അത് ആഡിക്വേറ്റ്ലി പ്രസന്റ് ആൻഡ് ഡിസ്ക്ലോസ്ഡ് ആണ് അന്നെങ്കിൽ ഒന്നും കൂടി എംഫസൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാരഗ്രാഫാണ് മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ് എന്ന് പറയാം. അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതർ ഇൻഫർമേഷൻ തമ്മിൽ ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ആ ഇൻകൺസിസ്റ്റൻസിനെ കുറിച്ച് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാരഗ്രാഫാണ് അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് എന്ന് പറയാം. ഓർമ്മയുണ്ടോ എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ? അപ്പൊ ഇതായിരുന്നു നമ്മുടെ ടൈപ്സ് ഓഫ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞിരുന്നത്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. സോ ഈ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാം. റിപ്പോർട്ടിംഗിന്റെ ഏരിയയിൽ നിങ്ങൾക്ക് സ്ഥിരം വരാറുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ കണ്ടതായിരുന്നു ജാസ്മിൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അല്ലെ. അതുപോലെ തന്നെ നമ്മൾ വേറെ അങ്ങനത്തെ കുറെ നേച്ചർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കിയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നോക്കിയിരുന്നു. സോ റിപ്പോർട്ടിംഗിന്റെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യമേ സിനാരിയോയ്ക്കകത്ത് പറഞ്ഞേക്കുന്ന ഫാക്ട് എന്താണോ അത് എഴുതണം. രണ്ടാമതായിട്ട് അവിടെ വരുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്ന് എഴുതുക. മൂന്നാമതായിട്ട് അവിടെയുള്ള മിസ്സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്നുള്ള കാര്യം പറയുക. നാലാമതായിട്ട് ആ മിസ്സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആണോ എന്നുള്ള കാര്യം നിങ്ങൾ പറയണം. അഞ്ചാമതായിട്ട് എന്ത് ചെയ്യുക? ആ മിസ്സ്റ്റേറ്റ്മെന്റ് പെർവേസീവ് ആണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നിങ്ങൾ പറയണം. ആറാമതായിട്ട് അതുപോലെ തന്നെ ആ മിസ്സ്റ്റേറ്റ്മെന്റ് കാരണം കൊണ്ട് എന്ത് ഒപ്പീനിയൻ ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം പറയാം. ആൻഡ് 7 ഫൈനലി എന്താണ് നിങ്ങളുടെ ബേസിസ് ഓഫ് ഒപ്പീനിയൻ എന്നുള്ള കാര്യം നിങ്ങൾ ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു റിപ്പോർട്ടിങ്ങിന് ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഫാക്ട് നിങ്ങളോട് സിനാരിയോയിൽ പറയാണ് കമ്പനി 1,36,000 പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണമായിരുന്നു പക്ഷെ ചെയ്തിട്ടില്ല. അതാണ് ഫാക്ട്. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആസ് പെർ IAS 37 പ്രൊവിഷൻ കണ്ടിജന്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടിജന്റ് അസറ്റ് പ്രോബബിൾ ഫ്യൂച്ചർ ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടാവുമ്പോൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നതാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. മിസ്റ്റേക്കിൽ നമ്മൾ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഇവർ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അത് കാരണം കൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് എന്തായി? ഓവർ സ്റ്റേറ്റഡ് ആയി. അതുപോലെ തന്നെ നമ്മുടെ പ്രൊവിഷൻ അണ്ടർ സ്റ്റേറ്റഡ് ആയി എന്ന് പറയുന്നതാണ് നമ്മുടെ മിസ്സ്റ്റേറ്റ്മെന്റ്. മെറ്റീരിയൽ ആണോ എന്ന് നമ്മൾ നോക്കണം. ഈ മിസ്സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയാലിറ്റി നമ്മൾ നോക്കുന്നതിനെ കുറിച്ച് പഠിച്ചിരുന്നു. എങ്ങനെയാണ് നമ്മൾ നോക്കാൻ പറ്റുക? ഒന്നെങ്കിൽ SOFPയുടെ ബേസിസ് നോക്കാം, അല്ലെങ്കിലോ SOPLന്റെ ബേസിസ് നോക്കാം, അതുമല്ല എന്നുണ്ടെങ്കിലോ നേച്ചറിന്റെ ബേസിസ് നോക്കാം. SOFPയുടെ ഏതൊക്കെ എലമെന്റ്സ് ആണ് മക്കളെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്? ടോട്ടൽ അസറ്റ്, നെറ്റ് അസറ്റ്. ടോട്ടൽ അസറ്റിന്റെ എത്ര പെർസെന്റേജ് മേലെയാണെങ്കിലാണ് മെറ്റീരിയൽ ആവുന്നത്? 1%. നെറ്റ് അസറ്റ്സിന്റെ ആണെങ്കിലോ 2%. ഗുഡ്. SOPLന്റെ ബേസിസിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കൊണ്ടിരുന്നത്? പ്രോഫിറ്റ് 5%, ഗ്രോസ് പ്രോഫിറ്റ്, പിന്നെ റവന്യൂ. പ്രോഫിറ്റിന്റെ 5%, ഗ്രോസ് പ്രോഫിറ്റിന്റെയോ 0.5%, റവന്യൂന്റെയോ 0.5%.
നേച്ചറിന്റെ ബേസിസിൽ നമ്മൾ ചെക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നേച്ചറിന്റെ ബേസിസ് നമ്മൾ എന്തായിരുന്നു പറയുന്നത്? നേച്ചറിന്റെ ബേസിസിൽ നേച്ചർ നമ്മൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ അല്ലെ? ട്രാൻസാക്ഷൻ വിത്ത് പേരന്റ് കമ്പനി, സബ്സിഡറി കമ്പനി, അല്ലെങ്കിൽ കീ മാനേജ്മെന്റ് പേഴ്സൺസ്, ഇങ്ങനെയൊക്കെയുള്ള ട്രാൻസാക്ഷൻ, ജോയിന്റ് വെഞ്ചേഴ്സ്, അസോസിയേറ്റ്സ്, അവരൊക്കെയാണ് നടത്തുന്ന ട്രാൻസാക്ഷൻസിനെയാണ് എന്ന് വിളിക്കുക ബൈ നേച്ചർ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞെന്തായിരുന്നു? അതുപോലെ തന്നെ എപ്പോഴും വേണം ചാൻസ് ഉള്ളത് ഗോയിങ് കൺസേണിന്റെ ബേസിസ് അല്ലെ? സോ ഇത് രണ്ടുപേർക്കും നമ്മൾ വരുന്നുണ്ടാവുക. ഇനി അപ്പൊ ഇതായിരിക്കും നമ്മൾ ആസ് ഇൻ പാർട്ട് വിത്ത് റിഗാർഡിംഗ് ദ റിപ്പോർട്ടിംഗ് പറയുന്നുണ്ടാവുക. അടുത്ത പെർവേസീവ് ആണെന്ന് ചെക്ക് ചെയ്യണം. ഒരു മിസ്റ്റേറ്റ്മെന്റ് പെർവേസീവ് ആണോ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്തോണ്ടിരുന്നത്? പെർവേസീവ് ആണെന്ന് how do we check the pervasiveness? പ്രോഫിറ്റിൽ നിൽക്കുന്ന കമ്പനിയാണ്, ആ പ്രോഫിറ്റ് നിൽക്കുന്ന കമ്പനി മിസ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ലോസിലേക്ക് പോവോ, അല്ലെങ്കിൽ വൈസ് വേഴ്സ അല്ലെ? നേരെ തിരിച്ച് ലോസിൽ നിന്ന കമ്പനി മിസ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം പ്രോഫിറ്റിലേക്ക് വരിക ചെയ്യുകയാണെങ്കിൽ എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും. നമ്മൾ പഠിച്ചല്ലേ മക്കളെ? അതായത് ഇപ്പൊ നമ്മുടെ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1000 ആയിരുന്നു, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ഒരു 1200 ഉണ്ട്. ആ 1200 മിസ്റ്റേക്ക് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം കമ്പനി 200 ലോസിലേക്ക് പോവാണ്. അങ്ങനെയാണെങ്കിൽ ആ എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് 1200 എന്ന് പറയുന്നത് എന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും. സോ ഈ ഒരു ബേസിസിലായിരുന്നു നമ്മൾ പെർവേസീവ്നെസ് പഠിച്ചിരുന്നത്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഓൾറെഡി പ്രോഫിറ്റിൽ നിന്നൊരു കമ്പനി ലോസിലേക്ക് പോവോ, അല്ലെങ്കിൽ ഓൾറെഡി ലോസിൽ നിന്നൊരു കമ്പനി പ്രോഫിറ്റിലേക്ക് വരിക ചെയ്യുകയാണെങ്കിൽ എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒപ്പീനിയന്റെ പുറമെ നമ്മൾ പറയണം ഒപ്പീനിയൻ പാരഗ്രാഫ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ബേസിസ് ഓഫ് ഒപ്പീനിയൻ കൂടെ കൊടുക്കാൻ പറയാം. അതിന് വേണ്ടിയിട്ട് ബേസിസ് ഓഫ് ഒപ്പീനിയൻ കൊടുക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ഒപ്പീനിയൻ കൊടുത്തതെന്ന് പറയാൻ വേണ്ടിയിട്ട്. ശരിയല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും പറയുന്നുണ്ടാവും. ഫസ്റ്റ് ഫാക്ട് എഴുതണം. എന്താ നമ്മുടെ ഫാക്ട്? നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ദി കമ്പനി ഹാവ് ക്രിയേറ്റഡ് അല്ലെ ഇങ്ങനെ പറയാം, ദി കമ്പനി ഹാവ് യൂസ്ഡ് എ കെമിക്കൽ വിച്ച് ഇസ് നോട്ട് പെർമിറ്റഡ് ബൈ ദ ഗവൺമെന്റ്. Therefore, there is a litigation against the company for which there can be chances of having probable future cash outflows. As per IAS 37, provision, contingent liabilities and contingent asset, a company should have created adequate amount of provision for the probable future cash outflow. And in case of absence of provision, it may lead to misstatement in the financial statement. Profit of the company will be overstated, provision will be understated. And then, therefore, it creates a misstatement of 1,36,000. And the amount of misstatements represents 5% of the total asset and 9% of the profit. Therefore, it is material. Even though it is material, it is not pervasive as the profit is not restated into losses. Since it's a misstatement which is material but not pervasive, the auditor should provide with a qualified opinion. Following the opinion paragraph, the auditor should also provide basis of qualified opinion to give the reason for giving qualified opinion. Conclude here. Clear ayo? Is that clear everyone? Yes, sir. Okay. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റിപ്പോർട്ടിങ്ങിന്റെ കേസിൽ ആൻസർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ അബൂബക്കർ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ബേസിസിൽ മെറ്റീരിയൽ ആയാൽ മതി. പക്ഷെ മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 എലമെന്റിന്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. പ്രോപ്പർലി മനസ്സിലായി മക്കളെ എല്ലാവർക്കും? സോ ദിസ് ഈസ് ഹൗ യു വിൽ ഗെറ്റ് ക്വസ്റ്റ്യൻസ് ഓൺ ദ ഏരിയ ഓഫ് റിപ്പോർട്ടിംഗ്. അപ്പൊ റിപ്പോർട്ടിങ്ങിന് ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് നോക്കി വെക്കണം. ഇതേപോലെ തന്നെ നമുക്ക് ഒരു റിപ്പോർട്ടിങ്ങിന്റെ മേജർ ഏരിയ കൊണ്ടുണ്ട്. ഏതായിരുന്നു? ഗോയിങ് കൺസേൺ റിപ്പോർട്ടിങ്ങിന്റെ അല്ലെ? ഗോയിങ് കൺസേൺ റിപ്പോർട്ടിംഗ് നമ്മൾ ഗോയിങ് കൺസേൺ റിപ്പോർട്ടിങ്ങിന്റെ ഏരിയ ആയിട്ട് തന്നെ പഠിച്ചതായിരുന്നു. ഗോയിങ് കൺസേൺ അസംപ്ഷൻ അപ്രോപ്രിയേറ്റ് ആണ്. എന്ത് ഒപ്പീനിയൻ മക്കളെ കൊടുക്കുക? അൺമോഡിഫൈഡ്. ഗോയിങ് കൺസേൺ അസംപ്ഷൻ ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. എന്ത് ഒപ്പീനിയൻ കൊടുക്കുക? അഡ്വേഴ്സ് ഒപ്പീനിയൻ. ഗോയിങ് കൺസേൺ അസംപ്ഷൻ അപ്രോപ്രിയേറ്റ് ആണ്. ഒരു മെറ്റീരിയൽ അൺസർട്ടനിറ്റി ഉണ്ട്, അത് ആഡിക്വറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലോ അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ പ്ലസ് എന്ത് കൊടുക്കണം? ഗോയിങ് കൺസേൺ അസംപ്ഷൻ അപ്രോപ്രിയേറ്റ് ആണ്, ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, ആഡിക്വറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അൺസർട്ടനിറ്റി മാത്രമാണ് ഡിസ്ക്ലോസ് ചെയ്യാത്തതെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു? ക്വാളിഫൈഡ്. ഗോയിങ് കൺസേണിനെ കുറിച്ചും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ അഡ്വേഴ്സ്. ഓക്കെ. ഇനി നമ്മൾ അടുത്തായിട്ട് പറഞ്ഞ എന്തായിരുന്നു? കമ്പനിയുടെ ഒരു ഗോയിങ് കൺസേൺ അസംപ്ഷൻ ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. ഇൻഅപ്രോപ്രിയേറ്റ് ആണ് നമ്മൾ എന്ത് കൊടുത്താൽ മതി? അഡ്വേഴ്സ് കൊടുത്താൽ മതി. ഇനി ഗോയിങ് കൺസേൺ അസംപ്ഷൻ കമ്പനി നടത്തിയിട്ടില്ല, മാനേജ്മെന്റ് ഈസ് അൺവില്ലിംഗ് ടു മേക്ക് ദ ഗോയിങ് കൺസേൺ അസംപ്ഷൻ. അങ്ങനെയാണെങ്കിലോ ഏതായിരുന്നു? ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. മാനേജ്മെന്റ് നടത്താതെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. ദാറ്റ്സ് എ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. ഗോയിങ് കൺസേൺ അസംപ്ഷൻ
കമ്പനി നടത്തിയിട്ടുണ്ട്, പക്ഷെ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അവർ അൺവില്ലിംഗ് ടു എക്സ്റ്റെൻഡ് ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിലോ ക്വാളിഫൈഡ്. ഇത്രയായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇതിന്റെ ബേസിസിലായിരിക്കും ഗോയിങ് കൺസേൺ നമ്മൾ പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്യാം. സോ എൻഷുർ ദാറ്റ് യു ആർ ഗിവിംഗ് എ ക്ലിയർ പിക്ചർ ഓൺ ഗോയിങ് കൺസേൺ ആസ് വെൽ. സോ ഗോയിങ് കൺസേൺ നമുക്ക് യൂഷ്വലി എക്സാമ്പിൾ ആയിട്ടില്ല, കാരണം സിനാരിയോ ആയിട്ട് തന്നെ ആയിരിക്കും നമുക്ക് തരുന്നുണ്ടാവുക. സോ ഗോയിങ് കൺസേൺ അതും കൂടി എല്ലാവരും നോക്കണം. ഓക്കെ. ഓക്കെ. സോ അപ്പൊ ഇത്രയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിത്ത് റിഗാർഡിംഗ് ദി റിപ്പോർട്ടിംഗ് പാർട്ട്. ഇനി നമ്മുടെ അതർ ഏരിയ ആണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന ഏരിയ. സോ ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന ഏരിയയിൽ നിങ്ങൾ ആദ്യം എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള ഡെഫിനേഷനും, അതുപോലെ തന്നെ നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ റോൾസ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി എന്താണ്, ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് കമ്മിറ്റി, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓരോന്നും പ്രോപ്പർലി ഒന്ന് റിവൈസ് ചെയ്യണം കേട്ടോ. സോ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഏരിയക്കകത്താണെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഒന്ന്, കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഡെഫിഷ്യൻസി എന്താണെന്ന് ചോദിക്കും. ആ ഡെഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്താണെന്നും ചോദിക്കുന്നുണ്ടാവും. സോ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഡെഫിഷ്യൻസി ചോദിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ എന്തൊക്കെയായിരിക്കും പറയുന്നുണ്ടാവുക? ഫസ്റ്റ് ഓഫ് ഓൾ ഡെഫിഷ്യൻസി ഓരോന്നും ഐഡന്റിഫൈ ചെയ്യണം. ആ ഡെഫിഷ്യൻസി നമ്മൾ എന്ത് കാരണം കൊണ്ടാണ് ഡെഫിഷ്യൻസി ആയെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. മൂന്നാമതായിട്ട് ഇമ്പാക്ട് എന്താണെന്നുള്ളത് പറയണം. അതിനുവേണ്ടി റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് എന്തായിരിക്കും? നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് ഗൈഡ് ലൈൻസ് പ്രകാരം എന്തൊക്കെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് ഗൈഡ് ലൈൻസിൻ്റെ പറഞ്ഞേക്കുന്ന സെയിം കാര്യങ്ങളായിരിക്കും നമ്മൾ റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ടാവുക. സേ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയാണ് ഫിനാൻസ് ഡയറക്ടറും റെമ്യൂണറേഷൻ കമ്മിറ്റിക്കകത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് പറയണം? ദ ഫിനാൻസ് ഡയറക്ടർ ഈസ് ഓൾസോ പാർട്ട് ഓഫ് remuneration committee. Therefore, there can be chances that the remuneration committee might not be carrying out their operations in an objective manner. The director might fix a salary which is favorable from his perspective, leading to unwanted cash outflows. Recommendation at the the finance director should be removed from the audit committee, instead of which an independent non-executive director should be appointed to the position. Clear ayo? ഓക്കെ. ഇതാണ് അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഡെഫിഷ്യൻസിയും നമ്മുടെ റെക്കമെൻഡേഷനും. കോർപ്പറേറ്റ് ഗവേണൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഗൈഡ് ലൈൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ കോർപ്പറേറ്റ് ഗവേണൻസിന് ആൻസർ ചെയ്യണം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരോ ഗൈഡ് ലൈൻസും പ്രോപ്പർലി നോക്കണം. നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടല്ലോ, ഒരു പർട്ടിക്കുലർ ഡയറക്ടർ പോലും അവരുടെ തന്നെ സാലറി ഫിക്സ് ചെയ്യാൻ പാടില്ല. There must be a proper segregation between those who run the company and those who run the board. CEO ചെയർമാനും തമ്മിൽ സെപ്പറേറ്റ് സ്പ്ലിറ്റ് ഉണ്ടാവണം. എല്ലാ ഡയറക്ടേഴ്സിനും സഫീഷ്യന്റ് ടൈം അലോക്കേറ്റ് ചെയ്യാൻ പറ്റണം ബോർഡിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഡയറക്ടേഴ്സിന്റെ റോൾസ് ഓരോന്നും ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാലൻസ് ഇൻ ബോർഡ് ഉണ്ടാവണം. നമ്മൾ പഠിച്ചതല്ലേ, ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇനി ദ ഫൈനൽ ഏരിയ ആൻഡ് ദ ക്രൂഷ്യൽ ഏരിയ ഇസ് ഏരിയ ഓഫ് എത്തിക്സ്. എത്തിക്സ് ചോദിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഉറപ്പില്ല. പക്ഷെ എന്താണെങ്കിലും എത്തിക്സ് ഒരു MCQ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ എത്തിക്സിന്റെ അവിടുന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടും വരാം. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമ്പർ 1 തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഏതൊക്കെയാണ് കോമ്പണൻസ് ഓഫ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് കണ്ടക്ട്, ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഏതാണ്, ഈ കാര്യം ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് ഇന്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് പ്രൊഫഷണൽ ബിഹേവിയർ, ഈ 5 കാര്യങ്ങളാണ് പറയേണ്ടത്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പല രീതിയിലായിരിക്കും അത് ചോദിക്കുന്നുണ്ടാവുക. അവിടെ നിങ്ങളോട് ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ചോദിക്കാം, ACCA കോഡ് ഓഫ് കണ്ടക്ട് ചോദിക്കാം, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അങ്ങനെ ഏത് രീതി ചോദിച്ചാലും ഈ 5 എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ. എത്തിക്സിന്റെ അവിടെ നിന്ന് നിങ്ങളോട് ചോദിക്കുന്നത് എന്തായിരിക്കും? എത്തിക്കൽ ത്രെഡും അതിനു വേണ്ടിയിട്ടുള്ള സേഫ് ഗാർഡ്സും ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 5 എത്തിക്കൽ ത്രെഡ്സ്. ഏതൊക്കെയായിരുന്നു? സെൽഫ് ഇൻട്രസ്റ്റ്, സെൽഫ് റിവ്യൂ, അഡ്വക്കസി, ഫെമിലിയാരിറ്റി, ഇൻഫർമേഷൻ. സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ആസ് എ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ പേഴ്സണൽ ഇൻട്രസ്റ്റ് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതിനെയാണ് എന്താന്ന് വിളിക്കുക? സെൽഫ് ഇൻട്രസ്റ്റ് ത്രെഡ് എന്ന് വിളിക്കുക. ഓക്കെ. ഓക്കെ. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്തായിരിക്കും? സെൽഫ് റിവ്യൂ ത്രെഡ് ആയിരിക്കും. സെൽഫ് റിവ്യൂ ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ സെൽഫ് റിവ്യൂ ത്രെഡ് കൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. അതായത് ബേസിക്കലി വെൻ കംസ് ടു സെൽഫ് റിവ്യൂ ത്രെഡ്,
അവിടെ ഓൾറെഡി നമ്മൾ ചെയ്ത വർക്ക് നമ്മൾ തന്നെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന ത്രെഡിനെയാണ് എന്തെന്ന് വിളിക്കാം, വിൽ കോൾ ഇറ്റ് ആസ് സെൽഫ് റിവ്യൂ ത്രെഡ്. നെക്സ്റ്റ് അഡ്വക്കസി ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അഡ്വക്കസി ത്രെഡ് എന്ന് പറഞ്ഞാൽ ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ത്രെഡിനെയാണ് എന്തെന്ന് വിളിക്കാം, അഡ്വക്കസി ത്രെഡ് എന്ന് വിളിക്കാം അല്ലെ. അപ്പം ഓഡിറ്റർ എവിടെയെങ്കിലും ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്താൽ മാത്രമേ അഡ്വക്കസി ത്രെഡ് വരൂ. ഫെമിലിയാരിറ്റി ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ചെയ്ത വർക്ക് നമ്മൾ തന്നെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ത്രെഡിനെയാണ് നമ്മൾ ഒരു ക്ലയന്റ് കമ്പനി ചെല്ലുന്ന സമയത്ത് ലോങ് ടേം ക്ലയന്റുമായിട്ടുള്ള റിലേഷൻ കാരണം കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ക്ലയന്റ് കമ്പനി വർക്ക് ചെയ്ത കാരണം കൊണ്ടോ, അല്ലെങ്കിൽ ക്ലയന്റും നമ്മളും തമ്മിലുള്ള ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് കാരണം കൊണ്ടോ ഒക്കെ ഉണ്ടാവുന്ന ത്രെഡിനെയാണ് എന്ന് വിളിക്കുക, ഫെമിലിയാരിറ്റി ത്രെഡ് എന്ന് വിളിക്കുക. ജസ്റ്റ് ഒരു പരിചയമോ കാരണം കൊണ്ട് മാത്രം ഉണ്ടാവുന്ന ത്രെഡാണ് ഫെമിലിയാരിറ്റി. ആൻഡ് ഫൈനലി നമ്മൾ പറഞ്ഞു ഇറ്റ്സ് ദ ഇന്റിമിഡേഷൻ ത്രെഡ്. ഇന്റിമിഡേഷൻ ത്രെഡ് 3 സിറ്റുവേഷനിലാണ് വരുന്നതെന്നാണ് നമ്മൾ പറയാറ്. ഏതൊക്കെയായിരുന്നു സിറ്റുവേഷൻസ്? നമ്പർ 1 ഏതായിരുന്നു? കൊയേഷൻ. കൊയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഭീഷണി. അതായത് ഓഡിറ്ററിനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഓഡിറ്റർ അത് ചെയ്തില്ലെങ്കിൽ ഇത് ചെയ്യൂല, ഓഡിറ്റർ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓഡിറ്റർ ഭീഷണിപ്പെടുത്തുന്നതിനാണെന്ന് വിളിക്കാം കൊയേഷൻ. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താ? അൺഡ്യൂ ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഒരു പർട്ടിക്കുലർ പവർ ഉള്ള ഒരാൾ ഓഡിറ്ററിന് ഒരു കാര്യം ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്നതിനാണെന്ന് വിളിക്കാം അൺഡ്യൂ ഇൻഫ്ലുവൻസ് വിളിക്കാം അല്ലെ. ഇനി അതായത് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഒരാൾ നമ്മളെ ഫോഴ്സ് ചെയ്യുന്നു, നമ്മുടെ പേരൻസ്, സിബ്ലിങ്സ്, ഫാമിലിയിലെ പേഴ്സണൽ റിലേഷനുള്ള ആരെങ്കിലും അവർക്കുള്ള അതോറിറ്റി യൂസ് ചെയ്ത് ഫോഴ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ത്രെഡാണ് ഇന്റിമിഡേഷൻ ത്രെഡ്. ഇനി മൂന്നാമത് നമ്മൾ പറഞ്ഞു ക്രിയേറ്റിംഗ് ലിമിറ്റേഷൻ ഇൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റർക്ക് ആക്ച്വൽ അതോറിറ്റി എന്തിലൊക്കെയാണുള്ളത് അത് കൊടുക്കുന്നില്ല, ഓഡിറ്റർക്ക് ആക്സസ് ടു ഓൾ ഇൻഫർമേഷൻ കൊടുക്കുന്നില്ല, അഡീഷണൽ ഇൻഫർമേഷനിലേക്ക് ഓഡിറ്റർക്ക് ആക്സസ് കൊടുക്കുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ വരുന്ന ത്രെഡാണ് വിൽ കോൾ ഇറ്റ് ആസ് ഏത് ത്രെഡായിരുന്നു? Intimidation threat. So these are the 5 fundamental threats against the ethics. അപ്പൊ നമ്മൾ എത്തിക്കൽ ത്രെറ്റിന്റെ കേസിലും ആദ്യം എന്താണ് ചെയ്യേണ്ടത്? എത്തിക്കൽ ത്രെറ്റ് ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ ത്രെറ്റ് ഏതാന്നുള്ളത് ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ എന്താണോ ആക്ച്വൽ സേഫ് ഗാർഡ് വേണ്ടത് ആ സേഫ് ഗാർഡ് കൊടുക്കുക. സേഫ് ഗാർഡിനകത്ത് നമ്മൾ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഹൗ ടു ഓവർകം ത്രെഡ്. ആ ത്രെഡിനെ എങ്ങനെ ഓവർകം ചെയ്യാന്ന് കൊടുക്കുന്നതാണ് സേഫ് ഗാർഡ്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടാവണം. മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയാണ് ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്നത് പെർസെന്റേജ് ബേസിൽ കീപ്പ് ചെയ്യാം, റവന്യൂന്റെ പെർസെന്റേജ് തരാമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഏത് ത്രെഡ് ആയിരിക്കും വരുന്നുണ്ടാവുക? സെൽഫ് ഇൻട്രസ്റ്റ് ആണ് വരിക. അതിന്റെ റീസൺ എന്താ? അവിടെ നമുക്ക് എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? ബിക്കോസ് റവന്യൂ ഓവർ സ്റ്റേറ്റഡ് ആണെന്നുണ്ടെങ്കിലും കമ്പനി അത് കറക്റ്റ് ചെയ്യാൻ പറയില്ല, കാരണം ഓഡിറ്റർ കറക്റ്റ് ചെയ്യാൻ പറയില്ല, കാരണം ഓഡിറ്ററിന്റെ ഓഡിറ്റ് ഫീസ് കുറഞ്ഞു പോകും. അവിടെ സേഫ് ഗാർഡ് എന്തായിരിക്കും? ഓഡിറ്റിംഗ് കാര്യം മാനേജ്മെന്റ് ചെയ്യണം. നമ്മുടെ എമൗണ്ട് ഓഫ് സാലറി എന്ന് പറയുന്നത് ഒരിക്കലും എന്തിന്റെ ബേസിൽ ആവാൻ പാടില്ല എന്ന് പറയാം, റവന്യൂന്റെ ബേസിൽ ആവാൻ പാടില്ല എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ അവിടെ നമ്മൾ എത്തിക്കൽ ത്രെറ്റ് എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. The company have fixed auditors remuneration on the basis of company's revenue. Therefore, it's a percentage or contingent fees which leads to self-interest threat. Because the auditor will not be willing to correct the misstatement as it reduces the amount of audit fee that need to be paid to the auditor. Safeguard endu paraya, auditor need to discuss with the management and those charged with governance in order to and should inform them that the audit fee should not be based on percentage or contingent basis. Instead, it should be a fixed amount. ഇതായിരിക്കും നമ്മൾ എത്തിക്കൽ ത്രെറ്റും സേഫ് ഗാർഡുമായിട്ട് പറയുന്നുണ്ടാവുക. മനസ്സിലായ എല്ലാവർക്കും? സോ അപ്പൊ ഇത്രയാണ് നമ്മുടെ കീ ഏരിയാസ് എന്ന് പറയാ ഡബ്ല്യുക്കകത്തുള്ളത്. സോ ഇത്രയും ഏരിയനെ ബേസ് ചെയ്താണ് ഡബ്ല്യുക്കകത്ത് നമുക്ക് മെയിൻലി ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. ഇനി ഇതിന് പുറമെ നമ്മൾ ബേസിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് തിയറിറ്റിക്കൽ ഏരിയാസ് ഉണ്ട്. ഞാൻ മെയിൻലി നിങ്ങളോട് കുറെ തിയറി ഏരിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്നത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് പുറമെ നിങ്ങളോട് ചോദിക്കാറുള്ള ഏരിയാസ് ആണ്. There can be chances of having questions based on types of internal audit reviews. അതായത് നമ്മൾ വാല്യൂ ഫോർ മണി ഓഡിറ്റ്, ദെൻ ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്, ഇങ്ങനെയുള്ള കുറെ ഓഡിറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അത് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഓഡിറ്റ് പ്ലാനിങ്, പേർപ്പസ് ഓഫ് ഓഡിറ്റ് പ്ലാനിങ്, പേർപ്പസ് ഓഫ് ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളോട് വീണ്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് കോമ്പോണൻസ് ഓഫ് അഷുറൻസ് എൻഗേജ്മെന്റ്, അല്ലെ എലമെന്റ്സ് ഓഫ് അഷുറൻസ് എൻഗേജ്മെന്റ്. അതായത് 3 party റിലേഷൻഷിപ്പ്, അഷുറൻസ് എൻഗേജ്മെന്റ്, അത് പറഞ്ഞിട്ട് അത് ചോദിക്കാം. സോ ഈ ഏരിയാസിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറി ഏരിയാസ് ഓരോന്നും പഠിച്ചു പോയതായിരുന്നു. അല്ലെങ്കിൽ ISA 450 പ്രകാരം ടൈപ്സ് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ്,
നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രൊജക്റ്റഡ് മിസ്സ്റ്റേറ്റ്മെന്റ്, ഫാക്ച്വൽ മിസ്സ്റ്റേറ്റ്മെന്റ്, അതൊക്കെ അവിടുന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അത് നോക്കുക. സോ ഇങ്ങനെയുള്ള എല്ലാ തിയററ്റിക്കൽ ഏരിയാസും നോക്കണം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എൻഷുർ ചെയ്യുക നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് ചെയ്യുന്ന സമയത്ത് എന്താണോ സിനാരിയോയിൽ പറഞ്ഞേക്കുന്നത് ആ സിനാരിയോയിൽ പറഞ്ഞേക്കുന്നതിനെ ബേസ് ചെയ്ത് മാത്രമേ ആൻസേഴ്സ് എഴുതാവുള്ളൂ. ഓവർ എലാബറേറ്റ് ചെയ്ത ആൻസേഴ്സ് ഒന്നും എഴുതണ്ട. നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് ഫോർമാറ്റിംഗ് തന്നെ ഫോളോ ചെയ്ത് പോവുക. അതായത് ഇപ്പോൾ ഓഡിറ്റ് റിസ്ക് എഴുതുന്ന സമയത്ത് നിങ്ങൾ എൻഷുർ ചെയ്തിട്ടുണ്ടാവണം ആ റിസ്കിന്റെ കേസിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്, വാട്ട് വിൽ ഗോ റോങ് ആൻഡ് ഇമ്പാക്ട് എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം. റെസ്പോൺസ് എഴുതുമ്പോഴാണെങ്കിലും ക്ലിയർലി പ്രൊസീജിയർ എന്താണ്, ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ പേരെന്താണ്, പേർപ്പസ് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ ഇന്റേണൽ കൺട്രോൾസിന്റെ കേസിലാണെങ്കിലും ഡയറക്ട് കൺട്രോൾസ് ആണോ അതോ കീ കൺട്രോൾസ് ആണോ എന്താണ് ചോദിച്ചേക്കുന്നുള്ള കാര്യം പ്രോപ്പർലി വായിച്ചതിന് ശേഷം മാത്രമേ ആൻസേഴ്സ് എഴുതാൻ പാടുള്ളൂ. ഇനി ഇതിന്റെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയയാണ് ഏരിയ ഓഫ് MCQs. MCQ ക്വസ്റ്റൻസ് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഒരു 50 ക്വസ്റ്റൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും MCQ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ മതി. MCQ ടെസ്റ്റ് ബൈ അലൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നിങ്ങൾക്ക്. അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റൻസ് ചെയ്യാൻ നിങ്ങൾക്ക്. അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ MCQs ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ എന്റെ വീഡിയോക്ക് 50 ക്വസ്റ്റൻസ് ആണുള്ളത്. എല്ലാ ഏരിയാസിൽ നിന്നും അതായത് ലിറ്ററലി 10 ക്വസ്റ്റൻസ് വെച്ചിട്ട് 10 ക്വസ്റ്റൻസ് വെച്ച് 5 കീ ഏരിയാസിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റൻസ് ചെയ്തേക്കുന്നത്. ആ സെയിം രീതി ചെയ്യാം. നിങ്ങൾ എത്തിക്സിന്റെ അകത്ത് മാത്രം 100 ക്വസ്റ്റൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ബെനിഫിറ്റ് ഉണ്ടാവില്ല. നമ്മളെ 5 ഏരിയാസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആ 5 കോർ ഏരിയാസിൽ നിന്നും ക്വസ്റ്റൻസ് മാറി മാറി ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ. അതുപോലെ തന്നെ ഇനിയിപ്പം ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കാനില്ല. അപ്പൊ നമ്മൾ എല്ലാ റിവിഷൻ കിറ്റിന്റെ അകത്തുള്ള അതായത് കപ്ലാന്റെ അകത്തുള്ള എല്ലാ ക്വസ്റ്റൻസും ചെയ്തതായിരുന്നു. 2 ക്വസ്റ്റൻസും ക്ലാസ്സിൽ വെച്ച് തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ഏരിയാസിൽ നിന്നും നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റൻസ് എല്ലാം വീണ്ടും ചെയ്ത് നോക്കുക, ആൻസേഴ്സ് എഴുതി നോക്കുക പുതിയ ഏരിയാസ് ചെയ്യുന്നതിന് പുറമെ. ആൻഡ് എൻഷുർ ദാറ്റ് ഇൻ കേസ് അങ്ങനെ നിങ്ങൾക്ക് ഈ പുതിയ ഏരിയാസ് ചെയ്യുന്നതിന് പുറമെ ചെയ്തു പോകാനായിട്ട് ടൈം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റൻസും അതിന്റെ ആൻസേഴ്സും വായിച്ചെങ്കിലും നോക്കണം കേട്ടോ. കാരണം റിപ്പീറ്റേറ്റീവ് പോയിന്റ്സ് വരും. നിങ്ങൾക്ക് അറിയാം റിപ്പീറ്റേറ്റീവ് പോയിന്റ്സ് വന്നാൽ നമുക്ക് എഴുതാനായിട്ട് ഒരുപാട് എളുപ്പമായിരിക്കും. അപ്പൊ ആൻസേഴ്സ് വീണ്ടും 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 പഴയ ആൻസേഴ്സ് വായിച്ചു നോക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. അപ്പം ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യണം. നമ്മുടെ ക്ലാസ്സിൽ വെച്ചിട്ട് ഒരുപാട് ടിപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഹോപ്പ് യു ഹാവ് നോട്ടഡ് ദാറ്റ് ആസ് വെൽ. ആൻഡ് ഈ ഓരോ കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ആൻസേഴ്സ് എഴുതി നിങ്ങൾ പോകാവുള്ളൂ. ക്ലിയർ ആയോ? സബ്സ്റ്റാൻറ്റീവ്സിന്റെ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇനി സബ്സ്റ്റാൻറ്റീവ്സ് പഠിക്കാനുള്ള സമയമല്ല. സബ്സ്റ്റാൻറ്റീവ്സ് നിങ്ങളെല്ലാം പഠിച്ചത് റിവൈസ് ചെയ്യുക. സബ്സ്റ്റാൻറ്റീവ്സ് എഴുതുമ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സബ്സ്റ്റാൻറ്റീവ്സ് എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലിയർലി ഓരോ സബ്സ്റ്റാൻറ്റീവ്സിന്റെ കേസിൽ എന്തൊക്കെയാണ് അവിടെ ഇന്റന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ സബ്സ്റ്റാൻറ്റീവ്സിനെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ പ്രൊസീജിയറും ഡോക്യുമെന്റൽ ഇൻഫർമേഷൻ പേരും പേർപ്പസും എഴുതിയിട്ടുണ്ടാവണം. സബ്സ്റ്റാൻറ്റീവ് ജനറൽ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക സിനാരിയോയിൽ എന്താണ് പറഞ്ഞേക്കുന്നത്. സിനാരിയോയിൽ പറഞ്ഞേക്കുന്നതിന്റെ പ്രകാരം നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്തൊക്കെയാണുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കണം ഇവിടെ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ എൻക്വയർ ചെയ്യാൻ പറ്റും, ഇവിടെ മാനേജ്മെന്റുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, ഇവിടെ ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആണ് അല്ലെ കമ്മ്യൂണിക്കേഷൻ ആണ് നോക്കാൻ പറ്റുക, ആരാണ് ഇവിടുത്തെ തേർഡ് പാർട്ടി, ഏത് തേർഡ് പാർട്ടിയുടെ നിന്നാണ് എനിക്ക് ഇൻഫർമേഷൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ ആയിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റുന്നത്, ഇവിടെ അതുപോലെ തന്നെ എന്തൊക്കെ തരത്തിലുള്ള ഇന്റേണൽ ഇൻഫർമേഷൻസ് ആണുള്ളത് എനിക്ക് ഡിസ്കസ് ചെയ്യാൻ, കറണ്ട് ഇയറും പ്രീവിയസ് ഇയറും തമ്മിൽ എന്തൊക്കെയാണ് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റുന്നത്, ഇവിടെ എന്താണ് റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക, ഇവിടുത്തെ ബോർഡ് മിനിറ്റ്സ് നോക്കി കഴിഞ്ഞാൽ എനിക്ക് എന്താണ് പറ്റുക, ഇവിടുത്തെ ലോൺ അഗ്രിമെന്റ്സ് നോക്കി കഴിഞ്ഞാൽ എനിക്ക് എന്താണ് കിട്ടുക, അങ്ങനെ ലോജിക്കലി ആലോചിച്ച് നോക്കുക. അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് മാത്രം ആൻസേഴ്സ് എഴുതുക. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ. അപ്പം ഇങ്ങനെ ഓരോ ക്വസ്റ്റിനെ ബേസ് ചെയ്ത് തന്നെ എഴുതണം. സിനാരിയോ ബേസ്ഡ് ആണോ അല്ലയോ എന്നെല്ലാം നോക്കിയതിനു ശേഷം മാത്രമേ ആൻസേഴ്സ് എഴുതാൻ പാടുള്ളൂ. ഇനി എന്തെങ്കിലും സ്പെസിഫിക് ഡൗട്ട് ഉണ്ടോ മക്കളെ? ആർക്കെങ്കിലും എന്തെങ്കിലും സ്പെസിഫിക് ഡൗട്ട് ഉണ്ടോ? നിയസ് ഡ്യൂ ഡെലിജൻസ് എന്താന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു പർട്ടിക്കുലർ ക്ലയന്റ്, അതായത് എ എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിനെ വാങ്ങാൻ പോവാണ്, അക്വയർ ചെയ്യാൻ പോവാണ്. അപ്പം എ ബിനെ വാങ്ങുന്ന സമയത്ത് ബിയില് വാങ്ങിക്കഴിഞ്ഞാൽ വേർത്ത് ഇറ്റ് ആവോ ഇൻവെസ്റ്റ്മെന്റ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന എൻഗേജ്മെന്റിനെയാണ് ഡ്യൂ ഡെലിജൻസ് എന്ന് പറയാം. അപ്പം എ കമ്പനി ബി കമ്പനിനെ വാങ്ങുന്ന സമയത്ത് ഓഡിറ്ററെ നമ്മളെ വിളിച്ചിട്ട് എ കമ്പനി പറയും നമ്മൾ ബിനെ വാങ്ങാൻ പോവാണ്, നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് ബെനിഫിറ്റ് ആവുമോ നമുക്ക്. അപ്പൊ നമ്മളൊരു ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റ് ചെയ്യും, എന്നിട്ടായിരിക്കും അത് ബെനിഫിറ്റ് ആവുമോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കുന്നുണ്ടാവുക. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും സ്പെസിഫിക് ഡൗട്ട് ഉണ്ടോ മക്കളെ? സോറി, റിസ്ക് ഒക്കെ എഴുതൂലേ? അപ്പോ ചെറുതായിട്ട് ഹെഡിങ് കൊടുക്കണം, മറ്റേ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി അങ്ങനെ? ഇല്ല, നിർബന്ധമില്ല. ഇല്ല, നിർബന്ധമില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. മതി. ക്വസ്റ്റ്യൻ തന്നെ, അതായത് ഹെഡിങ് ആയിട്ട് കൊടുക്കണ്ട, ക്വസ്റ്റ്യൻ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ബൾക്ക് ആയിട്ട് ചെയ്യണ്ട. അതിൻ്റെ ആഡിക്വേറ്റ് ആയിട്ടുള്ളത് എന്താണോ അത് മാത്രം കൊടുത്താൽ മതി. അതെ, റെലവന്റ് ടു ദി സിനാരിയോ എന്താണ് കൊടുക്കേണ്ടത് അത് മാത്രം കൊടുത്താൽ മതി. ഓക്കെ.
വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? സ്പെസിഫിക് ഡൗട്ട്സ്? ക്ലിയർ ആണോ എല്ലാവർക്കും പ്രോപ്പർലി? Yes, sir. ഓക്കെ. സോ അപ്പം ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്സോ ഗ്രാമറ്റിക്കൽ എറേഴ്സോ ഒന്നും അവർ കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ പ്രൊഫഷണൽ വേർഡ്സ് യൂസ് ചെയ്യണം മാക്സിമം. പ്രൊഫഷണൽ വേർഡ്സ് എന്ന് പറഞ്ഞാൽ അറിയാം, മാരകമായ ലാംഗ്വേജിനെ അല്ല പ്രൊഫഷണൽ വേർഡ്സ് എന്ന് പറയുന്നത്. ആസ്ക് എന്നുള്ള ടേമിന് പകരം എൻക്വയർ, അല്ലെങ്കിൽ ചെക്ക് എന്നുള്ള ടേമിന് പകരം റിവ്യൂ അല്ലെങ്കിൽ ഇൻസ്പെക്ട്, ഈ ടേംസ് ഒക്കെയാണ് പ്രൊഫഷണൽ വേർഡിങ്സ് പറയാം. നമ്മളപ്പം ഓരോ പ്രൊസീജിയേഴ്സിനും വേണ്ടിയിട്ട് എഴുതാൻ പറ്റുന്ന പ്രൊഫഷണൽ വേർഡിങ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാം. നമ്മുടെ ക്ലാസ്സിൽ വെച്ച് എഴുതി പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ ഏറ്റവും പ്രോപ്പർ ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനിയുള്ള സമയം കൂടുതൽ റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പണ്ട് പഠിച്ചിട്ടുള്ള ഓരോ ഏരിയസും റിവൈസ് ചെയ്യുക, ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം വീണ്ടും വീണ്ടും ചെയ്ത് പോവുക. വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ എക്സാം എഴുതുക. അപ്പം അതിന് മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാ ഏരിയസും പ്രാക്ടീസ് ചെയ്തതാണ്. സോ ദർ ഇസ് നത്തിങ് എൽസ് ടു വറി. എന്താണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സെയിം പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ യാതൊരു തരത്തിലുള്ള ടെൻഷന്റെ ആവശ്യമില്ല. എൻഷുർ ദാറ്റ് യു ആർ ക്ലിയർലി പ്രൊവൈഡിങ് യുവർ ആൻസേഴ്സ് അപ് ടു ദ സിനാരിയോ. എന്താണ് സിനാരിയോയിൽ പറഞ്ഞേക്കുന്ന മാർക്ക് അതിനനുസരിച്ച് എഴുതുക. എത്ര മാർക്കിനാണ് ചോദിച്ചേക്കുന്നത് അതിന് മാത്രം എഴുതുക. 6 റിസ്ക് ആൻഡ് റെസ്പോൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്, എക്സാക്ട്ലി 6 റിസ്ക് റെസ്പോൺസ് എഴുതിയാൽ മതി. 5 മാർക്സിനാണ് സബ്സ്റ്റാൻഡീവ് പ്രൊസീജിയേഴ്സ് ചോദിക്കുന്നതെങ്കിൽ എക്സാക്ട്ലി 5 പോയിന്റ്സ് എഴുതിയാൽ മതി. അൺനെസസറി ആയിട്ട് ഓവർ എലാബറേറ്റ് ചെയ്യോ അല്ലെങ്കിൽ കൂടുതൽ പോയിന്റ്സ് എഴുതുകയോ ചെയ്യുന്നതുകൊണ്ട് മാർക്ക് കിട്ടില്ല, ടൈം പോകുന്നു മാത്രമേ ഉള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെ ആൻസേഴ്സ് എഴുതാം. ഇനി ഏതെങ്കിലും പഴയ ടോപ്പിക്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ എക്സാംസിന്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സിലേക്ക് ആക്സസ് ഉണ്ട്. നിങ്ങൾക്ക് ഡേ 1 തൊട്ടിട്ട് ലാസ്റ്റ് ഡേ ഇൻക്ലൂഡിംഗ് ടുഡേ സെഷൻ നിങ്ങൾക്ക് ആപ്ലിക്കേഷനകത്ത് അവൈലബിൾ ആണല്ലോ. സോ എല്ലാവരും അത് കാണുക. ഓരോ ടോപ്പിക്കും ഏതിലേലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോയി നോക്കുക. ക്വസ്റ്റൻസിൽ ഏതെങ്കിലും ചെയ്തതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോക്കുക. ഇന്റേണൽ കൺട്രോൾസോ സബ്സ്റ്റാൻറ്റീവ്സോ എവിടെ ഡൗട്ട് ഉണ്ടെങ്കിലും നോക്കുക. എന്നിട്ട് പ്രോപ്പർലി പ്രിപ്പയർ ചെയ്യുക എല്ലാവരും. ഓക്കെ, ഓൾറൈറ്റ്. സോ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് തന്നെ എഴുതുക. ആൻഡ് ഐ ഹോപ്പ് യു ഹാവ് റിസീവ്ഡ് ദ മോക്ക് ആൻസേഴ്സ് ആസ് വെൽ. മോക്ക് എക്സാമിന്റെ ആൻസേഴ്സ് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെന്റർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ എന്തൊക്കെയാണ് ഇംപ്രൂവ്മെന്റ്സ് കിട്ടുന്നതെന്ന്? ഓക്കെ. ആർക്കെങ്കിലും മോക്കിന്റെ ആൻസേഴ്സിന്റെ കറക്ഷൻ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ഹോപ്പ് ഇന്നലെ ക്രോസ് ചെക്ക് ചെയ്താണ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റുഡന്റ് മെന്ററിനെ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്താൽ മതി. ഡൗട്ട്സ് ഉണ്ടെങ്കിലും സ്റ്റുഡന്റ് മെന്ററിന്റെ അടുത്ത് ചോദിക്കാം. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇനിയും റിവൈസ് ചെയ്യാനുണ്ടെങ്കിൽ പെൻഡിങ് വെക്കരുത്. ഇന്നും നാളെയൊക്കെ ആയിട്ടിരുന്ന് റിവൈസ് ചെയ്ത് വെക്കണം. മറ്റന്നാൾ എഴുന്നിട്ട് എല്ലാ പഴയ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും വായിച്ചു നോക്കുക. കാരണം റിപ്പീറ്റേറ്റീവ് പോയിന്റ്സ് വരും. ആൻഡ് ബി കോൺഫിഡന്റ് ബിക്കോസ് ദർ ഈസ് നോട്ട് ഈവൻ എ സിംഗിൾ ടോപ്പിക് ദാറ്റ് വി ഹാവൻ കവേർഡ്. ദർ ഈസ് നോട്ട് ഈവൻ എ സിംഗിൾ ക്വസ്റ്റ്യൻ ദാറ്റ് വി ഹാവൻ ഗോൺ ത്രൂ. അപ്പൊ എല്ലാവരും പ്രോപ്പർലി നോക്കുക. ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ എക്സാം എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്. Thank you. Thank you, sir. Thank you. Bye bye.